എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ 27th തന്നെ നമ്മുടെ എക്സാംസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എക്സാംസ് എഴുതിയ കുട്ടികളിൽ നിന്ന് മനസ്സിലായെന്ന് പറയുമ്പോൾ PYQs ആണ് കൂടുതലും എക്സാംസിന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ PYQ സീരീസ് എല്ലാവരും കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. PYQസിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, PYQs കണ്ടിന്യൂസ് എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്തിട്ട് പോവുക. PYQ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാം ഹാളിൽ ചെല്ലുമ്പോഴേ മനസ്സിലാവും എന്തുകൊണ്ട് PYQs ചെയ്യണം എന്നുള്ള കാര്യം. നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും. കാരണം PYQs ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SSC RRB ഗ്രൂപ്പ് ഡിയുടെ ഏതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, എക്കണോമിക്സ് ആണ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നോക്കാം. എല്ലാവരും റെഡിയല്ലേ? നമ്മുടെ കമന്റ്സ് ഒന്നും കാണുന്നില്ലല്ലോ. എല്ലാവരും റെഡിയാണോ? എല്ലാവരും റെഡിയാണോ? യെസ്. അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നിന്ന് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. മാർജിനൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് റിലേറ്റഡ് ടു ദ ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ഫോർ പ്രൊഡ്യൂസിങ് ഡാഷ് അഡീഷണൽ യൂണിറ്റ്സ്. നോക്കി, നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? മാർജിനൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ? മാർജിനൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് റിലേറ്റഡ് ടു ദ ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ഫോർ പ്രൊഡ്യൂസിങ് ഡാഷ് അഡീഷണൽ യൂണിറ്റ്സ്. മാർജിനൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്താണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. നോക്കിയേ, നിങ്ങൾ പറഞ്ഞേ, കമന്റ് ബോക്സിൽ പറഞ്ഞേ, എന്തായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? എന്താണ് മാർജിനൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ തന്നെ പറഞ്ഞേ, കമന്റ് ബോക്സിൽ പറഞ്ഞേ. എന്താണ് മാർജിനൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? എക്കണോമിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, മാർജിനൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഈ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ, അതായത് ഫേംസ് പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് ഒരു എക്സ്ട്രാ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി എത്രത്തോളം കോസ്റ്റ് ആണ് ആവുന്നത് എന്നുള്ളതാണ് മാർജിനൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു എക്സ്ട്രാ പ്രോഡക്റ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എത്രത്തോളം കോസ്റ്റ് അതിനു വേണ്ടി ആകുന്നുണ്ട് എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മാർജിനൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു പെൻസിൽ കൊണ്ടാക്കുന്ന ഒരു ഫേം, ഇപ്പോൾ പെൻസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫേം ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു ഫേമിൽ എന്താണ്, ഇപ്പോൾ അവർ 10 പെൻസിൽസ് പ്രൊഡ്യൂസ് ചെയ്തു. 10 പെൻസിൽസ് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഏകദേശം 100 rupees ആയി എന്ന് വിചാരിക്കാം. ഇനി 11ാമതൊരു എന്ത് ചെയ്തു, അവർ 11th ആയിട്ട് എന്ത് ചെയ്തു, ഒരു പെൻസിലും കൂടെ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ടോട്ടലായിട്ട് ഈ 11 പെൻസിൽസ്, ടോട്ടൽ 11 പെൻസിൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര രൂപയായി? 120 rupees ആയെന്നും വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 11th പെൻസിൽ, 11ാമത്തെ പെൻസിൽ ഉണ്ടാക്കാൻ, അതായത് 10 പെൻസിൽസ് ഉണ്ടാക്കാൻ 100 rupees. അപ്പോൾ ഒരു പെൻസിലും കൂടെ, അതായത് 11ാമതൊരു പെൻസിലും കൂടെ ഉണ്ടാക്കാൻ എത്ര രൂപയായി? 120 മൈനസ് 100 എത്ര രൂപയായി? 20 rupees ആയല്ലേ? അപ്പൊ മാർജിനൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സ്ട്രാ പ്രോഡക്റ്റ്, അതായത് 11ാമതൊരു പ്രോഡക്റ്റ് കൂടി ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ 12ാമത്, ഈ 11 കഴിഞ്ഞിട്ട് ഒരു 12ാമതൊരു പ്രോഡക്റ്റ് കൂടി ഉണ്ടാക്കാനായിട്ട് എത്ര കോസ്റ്റ് വേണ്ടി വരും എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മാർജിനൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കിയേ, മാർജിനൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് റിലേറ്റഡ് ടു ദ ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ഫോർ പ്രൊഡ്യൂസിങ് ഡാഷ് അഡീഷണൽ യൂണിറ്റ്സ്. എത്ര അഡീഷണൽ യൂണിറ്റ്സ് ആണ്? നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ? എത്ര അഡീഷണൽ യൂണിറ്റ്സ് ആണ്? നിങ്ങൾ തന്നെ പറഞ്ഞേ, എത്ര അഡീഷണൽ യൂണിറ്റ്സ് ആണ്? 1 ആണ് അല്ലേ? 1 അഡീഷണൽ യൂണിറ്റ്. ഒരു അഡീഷണൽ യൂണിറ്റ് കൂടി പ്രൊഡ്യൂസ് ചെയ്യാൻ എത്രത്തോളം കോസ്റ്റ് ആവും എന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മാർജിനൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് വന്നാൽ ചെയ്യാൻ പറ്റില്ലേ? മാർജിനൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്താണ്? ഒരു എക്സ്ട്രാ യൂണിറ്റ് കൂടി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എത്രത്തോളം കോസ്റ്റ് ആയി എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയായിരിക്കും ഫേംസ് ഇത് അനലൈസ് ചെയ്യുന്നത്? മാർജിനൽ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് എടുത്താൽ പോരെ? അങ്ങനെ
ഒരു ഡൗട്ട് നമ്മുടെ ഉള്ളിൽ തോന്നാം അല്ലേ? എന്തുകൊണ്ടായിരിക്കും ഫേംസ് കോസ്റ്റ് എടുക്കാതെ, ടോട്ടൽ കോസ്റ്റ്, ഇപ്പൊ 10 പെൻസിലിന്റെ ടോട്ടൽ കോസ്റ്റ് എടുക്കാതെ 11ാമത് ഒന്നുകൂടി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എത്രയാകും എന്ന് എന്തുകൊണ്ടായിരിക്കും അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഈ ഫേംസിന്റെ ഒക്കെ എന്താണ് അവരുടെ ഒരു മോട്ടീവ്? എന്താണ്? പ്രോഫിറ്റ് ആണ് അല്ലേ? അപ്പൊ ഈ പ്രോഫിറ്റ്, എത്രത്തോളം പ്രോഫിറ്റ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റും എന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? മാർജിനൽ കോസ്റ്റ് അവർ എന്ത് ചെയ്യുന്നത്? കണക്കാക്കുന്നത്. ഇതേപോലെ തന്നെ വേറൊരു ടേം ആണ് മാർജിനൽ റവന്യൂ. എന്താണ്? മാർജിനൽ റവന്യൂ. ചിലപ്പോൾ നമുക്ക് എക്സാമിന് ചോദിക്കാൻ പോകുന്ന ഏതായിരിക്കും? മാർജിനൽ റവന്യൂ ആയിരിക്കും അല്ലേ? എന്താണ് മാർജിനൽ റവന്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു എക്സ്ട്രാ പെൻസിലും കൂടെ, ഇപ്പോൾ നമ്മളിവിടെ പെൻസിലിന്റെ കേസാണ് അല്ലേ എടുത്തിട്ടുള്ളത്, ഒരു എക്സ്ട്രാ പെൻസിലും കൂടെ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും? അപ്പൊ എന്താണ് മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത്? ഒരു എക്സ്ട്രാ പെൻസിലും കൂടെ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര റവന്യൂ അവർക്ക് അഡീഷണൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും? ഒരു ഐഡിയൽ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ മാർജിനൽ കോസ്റ്റ് എന്തിന് ഈക്വൽ ആയിരിക്കണം? മാർജിനൽ റവന്യൂവിന് ഈക്വൽ ആയിരിക്കണം. ഈക്വൽ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ആയിരിക്കണം. മാർജിനൽ റവന്യൂ ആയിരിക്കണം ചെയ്യേണ്ടത് കൂടുതലായിട്ടുള്ളത്. മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റിനേക്കാളും എപ്പോഴും എന്ത് ചെയ്ത് നിൽക്കണം? കൂടി നിൽക്കണം. അതായത് എക്സ്ട്രാ ഒരെണ്ണം ഉണ്ടാക്കാനുള്ള പൈസയെക്കാളും കൂടുതൽ എന്ത് ചെയ്യണം? എക്സ്ട്രാ ഒരെണ്ണം വിറ്റാൽ അവർക്ക് കിട്ടണം. അപ്പൊ ഇത് മനസ്സിലാക്കാനാണ് എന്ത് ചെയ്യുന്നത്? മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂവും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ആൻസർ ആയിട്ട് എന്താ വരുന്നത്? 1 അഡീഷണൽ യൂണിറ്റ് ആണ് കേട്ടോ. മാർജിനൽ റവന്യൂ ആവട്ടെ, മാർജിനൽ കോസ്റ്റ് ആവട്ടെ, എത്രയാണ് വരുന്നത്? 1 അഡീഷണൽ യൂണിറ്റ് ആണ് വരുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെ ഒരു ഇപ്പോൾ 10 പെൻസിൽസിന് 100 rupees ആണ്. അതേപോലെ 11 പെൻസിൽസിലും തന്നിരിക്കുന്നു. 11th പെൻസിലിന് എത്ര രൂപ എക്സ്ട്രാ ആയി, എത്ര മാർജിനൽ കോസ്റ്റ് ആയി എന്നൊരു പ്രോബ്ലം ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റണം. 11 പെൻസിൽസിന്റെ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? 10 പെൻസിൽസിന്റെ ടോട്ടൽ കോസ്റ്റ് കുറച്ചു കഴിഞ്ഞാൽ എത്ര മാർജിനൽ കോസ്റ്റ് ആയി എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? ഇവിടെ നോക്കിയ ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ മാർജിനൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ദ അഡീഷണൽ കോസ്റ്റ്. ഇതെന്താണ്? അഡീഷണൽ കോസ്റ്റ് ആണ് ഇൻകേർഡ് ബൈ എ ഫേം വെൻ ഇറ്റ് പ്രൊഡ്യൂസസ് 1 more unit ഓഫ് എ ഗുഡ് ആൻഡ് സർവീസ്. ഒരു അഡീഷണൽ യൂണിറ്റ് കൂടി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എത്രത്തോളം കോസ്റ്റ് ആയി? എന്തിനാണത് ചെയ്യുന്നത്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. എത്രത്തോളം പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാലാണ് അവർക്ക് പ്രോഫിറ്റ്, നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് എന്ന് മനസ്സിലാക്കാനാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ മാർജിനൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കുന്നത്. എക്കണോമിക്സിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? മാർജിനൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് പോവാം നമുക്ക്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നോക്കിയേ, ശ്രദ്ധിച്ച് വായിച്ചേ. എമംഗ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ദ പാസീവ് വൺസ് ഇൻക്ലൂഡ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ എക്കണോമിക്സ് പഠിക്കുമ്പോഴേ എന്താണ് പഠിക്കുന്നത്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ? എക്കണോമിക്സിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഒരു എക്കണോമിക് ആക്ടിവിറ്റി, ഒരു എക്കണോമിയിൽ ഏറ്റവും ബേസിക് ആയിട്ട് നടക്കുന്ന ആക്ടിവിറ്റി ഏതാണ്? പ്രൊഡക്ഷൻ ആണല്ലേ? ഈ ഒരു എക്കണോമിക് ആക്ടിവിറ്റി നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വേണം. എത്ര ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണുള്ളത്? 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണുള്ളത്. ഏതൊക്കെയാണ് 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? നിങ്ങൾ തന്നെ പറഞ്ഞേ, ഏതൊക്കെയാണ് 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്? കമന്റ് ചെയ്തേ, 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് എന്റർപ്രണർഷിപ്പ്. 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ഉള്ളത് അല്ലേ? ഈ 4 ബേസിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രൊഡക്ഷൻ പ്രോസസ്സ് നടത്താനായിട്ട് പറ്റുള്ളൂ. അപ്പൊ 4 ഫാക്ടേഴ്സ്, ഇതിൽ ഏതാണ് ഏറ്റവും ബേസിക്? ലാൻഡ് വേണോ അല്ലേ? ഇപ്പൊ നമ്മളൊരു ഫാക്ടറി, മനസ്സിൽ നമ്മളൊരു ഫാക്ടറി സങ്കല്പിക്കുക. എന്ത് വേണം? ആ ഫാക്ടറി സ്ഥാപിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു ലാൻഡ് വേണം അല്ലേ? ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഏതാണ്? ലാൻഡ് ആണ്. ഒരു ലാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതേപോലെ ലേബർ. ഇപ്പൊ നമ്മൾ വിചാരിക്കും, നമ്മളിപ്പോ
എല്ലാ കാര്യങ്ങളും വിർച്വൽ ആയിട്ട് ചെയ്യുന്നത് അല്ലേ? വിർച്വൽ ആയിട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഏതാണ് ലാൻഡ്? ആ ഒരു വിർച്വൽ സ്പേസ് നമുക്ക് വേണ്ടേ? അത് നമുക്ക് എന്തായിട്ടാണ് നമ്മൾ കാണുന്നത്? അത് നമ്മൾ ന്യൂ വേൾഡിൽ ലാൻഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആ വിർച്വൽ സ്പേസിനെ തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ലാൻഡ്. ഈ ഒരു ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്സ്, ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു മൊബൈലിൽ നിന്നാണ് നമ്മൾ ആക്ടിവിറ്റി ചെയ്യുന്നതെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള ലാൻഡ് ഏതാണ്? ആ ഒരു മൊബൈൽ, ആ ഒരു ടെക്നോളജിയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ബേസിക് ആയിട്ടുള്ള ലാൻഡ് എന്ന് പറയുന്നത്. അതേപോലെ രണ്ടാമത് എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? ലേബർ ആണല്ലേ. എന്ത് ആക്ടിവിറ്റി ചെയ്യണം, എന്ത് പ്രൊഡക്ഷൻ പ്രോസസ് ആണെങ്കിലും അവിടെ എന്ത് വേണം? ലേബേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്ത് നടക്കുള്ളൂ? പ്രൊഡക്ഷൻ പ്രോസസ്സ് നടക്കുള്ളൂ. മൂന്നാമത്തേത് ഏതാണ്? ക്യാപിറ്റൽ അഥവാ മൂലധനം. ക്യാപിറ്റൽ ആണ് എന്തെന്ന് പറയുന്നത്? മൂന്നാമത്തെ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ക്യാപിറ്റൽ നമ്മൾ മണി ടേംസിലും പറയാറുണ്ട്, അതേപോലെ എന്താണ് ഫിക്സഡ് ക്യാപിറ്റൽ ആയിട്ടും പറയാറുണ്ട്. അതായത് മെഷീനറീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്താണ് ബിൽഡിംഗ് മെഷീനറീസ്, ഇതൊക്കെ നമ്മൾ എന്തായിട്ടാണ് കാണുന്നത്? ക്യാപിറ്റൽ, മൂലധനമായിട്ടാണ് കാണുന്നത്. അതേപോലെ ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ എന്ത് വേണം? എന്റർപ്രണർഷിപ്പ് വേണം. ഒരു എന്റർപ്രണർ, ഒരു സംരംഭകൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നമുക്ക് ആ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി എല്ലാം കോർഡിനേറ്റ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് ഗോ ത്രൂ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുള്ളൂ? ഒരു എന്റർപ്രണർഷിപ്പിന്റെ ആവശ്യം അവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ നോക്കിയേ, among the factors of production the passive ones include. ഏതൊക്കെയാണ് പാസീവ് വൺസ്, ഏതൊക്കെയാണ് ആക്റ്റീവ് വൺസ്? ഹ്യൂമൻ ഇന്റർഫറൻസ് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആക്റ്റീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനിൽ ഹ്യൂമൻ ഇന്റർഫറൻസ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ലേബർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഹ്യൂമൻ പൊട്ടൻഷ്യൽ തന്നെയല്ലേ നമ്മൾ ലേബർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ ലേബർ ഉണ്ട്, അതേപോലെ എന്റർപ്രണർ എന്ന് പറഞ്ഞാലും ആര് തന്നെയാണ്? ഹ്യൂമൻ ബീങ്സ് തന്നെയാണ് അല്ലേ? സോ ലേബറും എന്റർപ്രണർഷിപ്പും എന്ന് പറയുന്ന ഈ രണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതിലാണ് വരുന്നത്? ആക്റ്റീവ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലാണ് വരുന്നത്. ഇത് ആക്റ്റീവായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. എന്നാൽ മൊബൈൽ അല്ലാത്ത പാസീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ് ആ പാസീവ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? നിങ്ങൾ എന്നെ കമന്റ് ചെയ്തേ, ഏതൊക്കെയായിരിക്കും അപ്പൊ ആ പാസീവ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? ലാൻഡും ക്യാപിറ്റലും ആണ്. ഏതൊക്കെയാണ്? ലാൻഡ് ആൻഡ് ക്യാപിറ്റൽ. അപ്പൊ ആൻസർ ഏതാ വരുന്നത്? ബോത്ത് ലാൻഡ് ആൻഡ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് വരുന്നത്. എല്ലാവർക്കും കറക്റ്റ് ആയോ? ഓപ്ഷൻ ഡി ഏതാണ്? ബോത്ത് ലാൻഡ് ആൻഡ് ക്യാപിറ്റൽ. ക്ലിയർ ആണോ? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇനി മറന്നു പോകരുത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, നമ്മുടെ എക്കണോമിക്സിൽ തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഈസിയാണ്. 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പൊ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരും എഴുതണം 4. ഇതിപ്പോ ചിലപ്പോൾ നമ്മളിപ്പോ നോക്കിയത് ഏതാണ്? പാസീവ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് നോക്കിയത്. പക്ഷെ നമുക്ക് എന്താണ് ചിലപ്പോൾ എക്സാമിന് ഏതായിരിക്കും ചോദിക്കുന്നത്? ആക്റ്റീവ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ആക്റ്റീവ് ഏതൊക്കെയാണ്? ഹ്യൂമൻ ഇന്റർഫറൻസ് ഉള്ളതാണ്, ഹ്യൂമൻ ആക്ടിവിറ്റി ഉള്ളതാണ് എന്തെന്ന് പറയുന്നത്? ആക്റ്റീവ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ലേബറും എന്റർപ്രണർഷിപ്പും ആണ്. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. അടുത്തത് നാഷണൽ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നാഷണൽ ഇൻകവും എന്താണ്? എക്കണോമിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾ തന്നെയാണ് ആൻസർ പറയാനുള്ളത്. നോക്കേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഐറ്റംസ് ഈസ് ടിപ്പിക്കലി നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ കാൽക്കുലേഷൻ ഓഫ് നാഷണൽ ഇൻകം? നാഷണൽ ഇൻകത്തിന്റെ കാൽക്കുലേഷനിൽ ഇൻവോൾവ് ആകാത്ത, ഇൻക്ലൂഡ് ചെയ്യാത്ത താഴെ പറയുന്ന ഫാക്ടേഴ്സിൽ ഏതാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്? നാഷണൽ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. നോക്കി പറഞ്ഞേ, ഏതാണ് ഇൻക്ലൂഡ് ചെയ്യാത്തത്? നിങ്ങൾ തന്നെ ആൻസർ പറഞ്ഞേ. കമന്റ്സ് ഒന്നും കാണുന്നില്ലല്ലോ, നിങ്ങൾ തന്നെ ആൻസർ പറഞ്ഞേ, ഏതാണ് ഇൻക്ലൂഡ് ചെയ്യാത്തത്? Which of the following items is not included in the calculation of national income? അപ്പൊ അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നാഷണൽ ഇൻകം എന്താണെന്ന് മനസ്സിലാക്കണ്ടേ. എന്താണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്? നമ്മൾ ഇൻഡിവിജ്വൽസിന്, നമ്മളെല്ലാവർക്കും ഇൻകം ഉണ്ട് അല്ലേ? നമ്മളിപ്പോൾ നമ്മുടെ ഫാമിലി എടുത്തു നോക്കിയാൽ ഒരു ഇൻകം ഉണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ നേഷനും എന്തുണ്ട്? ഇൻകം ഉണ്ട്. നമ്മുടെ നേഷന്റെ ഇൻകം എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? നമ്മളുടെ ഇവിടെ നടക്കുന്ന, അതായത് നമ്മുടെ നേഷനിൽ നടക്കുന്ന പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിന് ഈക്വൽ ആയിരിക്കും. അപ്പം നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഒരു നേഷനിൽ നടക്കുന്ന പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ്, എത്രത്തോളം പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു
പർട്ടിക്കുലർ പീരീഡ് ഉണ്ടാവും. ഇപ്പോൾ 1 ഇയർ ആണ് നമ്മൾ നോർമലി എടുക്കുന്നത്. ഒരു പർട്ടിക്കുലർ പീരീഡിൽ എത്രത്തോളം പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് നടത്തുന്നു, അതേപോലെ എത്രത്തോളം ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നാഷണൽ ഇൻകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നാഷണൽ ഇൻകത്തിന്റെ ബേസിക് ആയിട്ടുള്ള ഡെഫിനേഷൻ അതാണ്, പ്രൊഡക്ഷൻ ആക്ടിവിറ്റി. എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ നമ്മൾ എന്തിൽ ഇൻക്ലൂഡ് ചെയ്യുള്ളൂ, നാഷണൽ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. ഇവിടെ നോക്കിയേ, വേജസ് ഓഫ് വർക്കേഴ്സിന് വേജസ് കിട്ടുന്നത് എന്തുകൊണ്ടാണ്, അവർ ജോലി ചെയ്തതുകൊണ്ടല്ലേ. അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു ആക്ടിവിറ്റി ചെയ്യുന്നില്ലേ, അവിടെ അവരെന്തെങ്കിലും പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആയതുകൊണ്ടാണ് അവർക്ക് എന്ത് കിട്ടുന്നത്, അതിന് റിട്ടേൺ ആയിട്ട് എന്ത് ലഭിക്കുന്നത്, വേജസ് ലഭിക്കുന്നത്. വർക്കേഴ്സ് എന്ന് പറയുന്നത്, ലേബർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ അല്ലേ. ഈ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷന് റിട്ടേൺ ആയിട്ട് ലഭിക്കുന്നത്, അതൊരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയിൽ, ഈ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഒരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആവുമ്പോൾ അതിന് റിട്ടേൺ ആയിട്ട് ലഭിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, വേജസ് എന്ന് പറയുന്നത്. സോ വേജസ് ലഭിക്കുന്നത് എന്താണ്, പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയുടെ ഭാഗമാണ്. അപ്പൊ അതെന്തിൽ ഇൻവോൾവ് ആവുന്നുണ്ട്, ഇൻക്ലൂഡ് ആവുന്നുണ്ട്, നാഷണൽ ഇൻകത്തിൽ ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അടുത്ത നോക്കി, റെന്റ് റിസീവ്ഡ് ഓൺ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലാൻഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ അല്ലേ, പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആവുന്നുണ്ടല്ലോ. അതിന് റിസീവ് ചെയ്യുന്ന ഇൻകം എന്താണ്, റെന്റ് ആണ്. ലാൻഡിന് റിസീവ് ചെയ്യുന്നത് എന്താണ്, റെന്റ് ആണ്. അപ്പൊ അത് എന്തിൽ ഇൻക്ലൂഡ് ആവുന്നുണ്ട്, പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആവുന്നുണ്ട്, അതുകൊണ്ട് നാഷണൽ ഇൻകത്തിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. ട്രാൻസ്ഫർ പേയ്മെന്റ് അതവിടെ നിൽക്കട്ടെ, നമുക്കിവിടെ നോക്കാം. വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്, നമ്മൾ പറഞ്ഞു എന്താണ്, പ്രൊഡക്ഷൻ ആക്ടിവിറ്റി ആണ്. പ്രൊഡക്ഷൻ ആക്ടിവിറ്റി ആകുമ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യൂലേ, അതിന്റെ ഫൈനൽ വാല്യൂ എന്ത് തന്നെയാണ്, നാഷണൽ ഇൻകം തന്നെയല്ലേ. സോ അതിൽ ഫൈനൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, നാഷണൽ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിവിടെ ഉള്ളത് ഏതാണ്, ട്രാൻസ്ഫർ പേയ്മെന്റ്സ് ആണ്. എന്താണ് ട്രാൻസ്ഫർ പേയ്മെന്റ്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്, ലൈക്ക് ഓൾഡ് ഏജ് പെൻഷൻസ് ഓർ അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ്. അതായത് ട്രാൻസ്ഫർ പേയ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 1 വേ പേയ്മെന്റ് ആണ്, 2 വേ അല്ല, 1 വേ പേയ്മെന്റ് ആണ്. അതായത് ഗവൺമെന്റ്സ് എന്ത് ചെയ്യുന്നു, ജനങ്ങൾക്ക് എന്തെങ്കിലും എന്താണ് ഒരു ബെനഫിറ്റ് പോലെ, പെൻഷനോ അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് ബെനഫിറ്റ്സോ, ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഗവൺമെന്റ് ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന മണിയാണ് എന്തെന്ന് പറയുന്നത്, ട്രാൻസ്ഫർ പേയ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇത് ഗവൺമെന്റ് എന്തെങ്കിലും പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടാണോ നമുക്ക് തരുന്നത്. ഇപ്പോൾ നമുക്ക് ഓൾഡ് ഏജ് പെൻഷൻ, നമ്മൾ വൃദ്ധരായിട്ടുള്ള ആൾക്കാർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, ഓൾഡ് ഏജ് പെൻഷൻ കൊടുക്കുന്നുണ്ട് അല്ലേ. എന്തെങ്കിലും ആക്ടിവിറ്റി അവർ ചെയ്തിട്ടാണോ, എന്തെങ്കിലും പ്രൊഡക്ഷൻ ആക്ടിവിറ്റി അവർ ചെയ്തിട്ടാണോ അത് നമ്മൾ കൊടുക്കുന്നത്, ഗവൺമെന്റ് അത് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലല്ലേ. എന്താണ് അത്, ഗവൺമെന്റ് അവർക്ക് എന്താണ് പെൻഷൻ ആയിട്ട് കൊടുക്കുന്നതാണ്. അതൊരു 1 വേ ട്രാൻസ്ഫർ ആണ്. തിരിച്ചൊരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റി ആർക്ക് ലഭിക്കുന്നില്ല, ഗവൺമെന്റിന് ലഭിക്കുന്നില്ല. അതൊരു വെൽഫെയറിന്റെ ഭാഗമായിട്ട് ആര് നടത്തുന്നതാണ്, ഗവൺമെന്റ് ചെയ്യുന്നതാണ്. സോ ഏതാണ് നാഷണൽ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്, ഒരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയും നടക്കാത്ത ട്രാൻസ്ഫർ പേയ്മെന്റ്സ് എന്ത് ചെയ്യുന്നില്ല, നാഷണൽ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇനി നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഇങ്ങനെ നാഷണൽ ഇൻകത്തിൽ ആഡ് ചെയ്യാത്ത മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാത്ത മറ്റെന്തെങ്കിലും കാര്യം, നമ്മൾ വിട്ടുകളയുന്ന മറ്റെന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ, നിങ്ങൾ എന്നെ പറഞ്ഞേ. നമ്മുടെ നാഷണൽ ഇൻകത്തിൽ നമ്മൾ ഉൾപ്പെടുത്താത്ത മറ്റെന്തെല്ലാം കാര്യങ്ങളാണുള്ളത്, എന്തെല്ലാം കാര്യങ്ങളാണുള്ളത്, ആലോചിച്ച് പറഞ്ഞേ. നമ്മൾ ഇല്ലീഗൽ ആക്ടിവിറ്റീസ്, അതായത് നമുക്കറിയാത്ത, ഇപ്പൊ ഇല്ലീഗലായിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കഞ്ചാവൊക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അല്ലേ, ഇല്ലീഗലായിട്ട് കഞ്ചാവ്, ഇത് നമുക്ക് നാഷണൽ ഇൻകത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ, ഇങ്ങനെയുള്ള പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ്. അത് പ്രൊഡക്ഷൻ ആക്ടിവിറ്റി ആണ്, പക്ഷെ അതെന്താണ്, ഇല്ലീഗൽ ആണല്ലേ, നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല, നമ്മുടെ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. അപ്പൊ ഇങ്ങനെയുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എന്തിൽ വരില്ല, നാഷണൽ ഇൻകത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല. അതെന്താണ്, അത് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ നടന്നു പോവുകയാണ്, ബ്ലാക്ക് മാർക്കറ്റിലൊക്കെ എന്താണ് ഇങ്ങനെ നടന്നു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒന്നും എന്തിൽ ഇൻക്ലൂഡ് ആവുന്നില്ല, നമ്മുടെ നാഷണൽ ഇൻകത്തിൽ ഇൻക്ലൂഡ് ആവുന്നില്ല. ഇതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് മനസ്സിലാക്കേണ്ട ഒന്നാണ് ഹൗസ് ഹോൾഡ് വർക്ക്സ്. അതായത്
നമ്മളിപ്പോ അച്ഛന്മാരോ അമ്മമാരോ ഒക്കെ എന്താണ് ജോലി ഇല്ലാത്ത ആൾക്കാരുണ്ടാവില്ലേ, അവരെന്ത് ചെയ്യുന്നു, വീട്ടിലെ ജോലികൾ ചെയ്യുന്നുണ്ട് അല്ലേ. അതിൽ അവർക്കൊരു ഇൻകം ആയിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നില്ല, അവർ ജോലി ചെയ്യുന്നുണ്ട്, പ്രൊഡക്ഷൻ ആക്ടിവിറ്റി അവിടെ നടക്കുന്നുണ്ട്, അവിടെ വർക്ക് അവർ ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ എന്താണ്, അതൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻകം അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നില്ല. ഇപ്പൊ നമ്മുടെ അച്ഛനോ അമ്മയോ വീട്ടിൽ ചെയ്യുന്ന ജോലിക്ക് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഹൗസ് ഹോൾഡ് വർക്ക്സിന് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഇൻകം ആ ഒരു ജോലിക്ക് അവർക്ക് ഇൻകം ലഭിക്കുന്നില്ല, ഒരു ഒഫീഷ്യൽ ആയിട്ട് ഒരു ഇൻകം അവർക്ക് എന്ത് ചെയ്യുന്നില്ല, ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് നാഷണൽ ഇൻകത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നോക്കിയേ, ഇതിൽ ഇൻക്ലൂഡ് ആവാത്ത കാര്യങ്ങൾ നമ്മൾ ഏതൊക്കെ നമ്മൾ പറഞ്ഞു, ഒന്ന് ട്രാൻസ്ഫർ പേയ്മെന്റ്സ് പറഞ്ഞു അല്ലേ, അത് വൺ വേ പേയ്മെന്റ് ആണ്. അതിൽ നിന്ന് എന്തെങ്കിലും പ്രൊഡക്ഷൻ ആക്ടിവിറ്റി ഉണ്ടാവുന്നുണ്ടോ, ഇല്ല, ഒരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയും അവിടെ ഇല്ല. അതേപോലെ എന്താണ്, ഹൗസ് ഹോൾഡ് വർക്ക്സ് എന്ത് ചെയ്യുന്നില്ല, അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഇൻകം, അതിൽ ഇൻകം ഒന്നും എന്ത് ചെയ്യുന്നില്ല, ജനറേറ്റ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല, അത് നാഷണൽ ഇൻകത്തിൽ ആഡ് ചെയ്യുന്നില്ല. അതേപോലെ ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല, നാഷണൽ ഇൻകത്തിൽ ആഡ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ഇത്രയും നേരം എന്തൊക്കെയാ പറഞ്ഞത്, നാഷണൽ ഇൻകം എന്താണെന്ന് പറഞ്ഞു. ഇൻഡിവിജ്വൽസിന് ഇൻകം ഉള്ളതുപോലെ തന്നെ നേഷൻ എന്തുണ്ട്, ഇൻകം ഉണ്ട്. അത് എന്തിന് ഈക്വൽ ആണ്, നേഷനിൽ ഒരു വർഷം നടക്കുന്ന പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിന് ഈക്വൽ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഈ നാഷണൽ ഇൻകം നമ്മൾ പലതരത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. ഏതൊക്കെയായിട്ടാണ്, GDP ആയിട്ടും GNP ആയിട്ടും NDP ആയിട്ടും NNP ആയിട്ടും പല രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ നാഷണൽ ഇൻകത്തിന്റെ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആണോ? ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാൻ പറ്റുമോ, ഏതൊക്കെ ഇൻക്ലൂഡഡ് ആണ് ഇൻക്ലൂഡഡ് അല്ല എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലേ? യെസ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത് നോക്കി, which of the following is the correct formula for calculating NNP? NNP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാഷണൽ ഇൻകം അഗ്രഗേറ്റ് ആണ്. NNP എന്ന് പറഞ്ഞാൽ എന്താണ്, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. നിങ്ങൾ എല്ലാ ഇങ്ങനെ GDPയുടെ ആയാലും GNPയുടെ ആയാലും NDPയുടെ ആയാലും NNPയുടെ ആയാലും ഇങ്ങനെയുള്ള നാഷണൽ ഇൻകം അഗ്രഗേറ്റിന്റെ ഫുൾ ഫോമും കൂടെ പഠിച്ചു വെച്ചേക്കണം. ചിലപ്പോൾ ചോദിക്കുന്നത് അതിന്റെ ഫുൾ ഫോം ആയിരിക്കും. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് GDP എന്ന് പറഞ്ഞിട്ട് കുറെ ഓപ്ഷൻസ്, 4 ഓപ്ഷൻസ് തന്നിരിക്കും. അപ്പൊ ആ രീതിയിലും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ ഫുൾ ഫോമും കൂടെ നല്ല രീതിയിൽ പഠിച്ചു വെച്ചേക്കുക. നോക്കിയേ, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എന്താണ്, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇത് ഏതിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും? ഇപ്പോൾ GNPയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, NNP ഡിറൈവ് ചെയ്യുന്നത്. GNPയുടെ ഇക്വേഷൻ എന്താണ്, GNP മീൻസ് GDP പ്ലസ് NFIA, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. GDPയുടെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കൂട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്, GNP എന്ന് പറയുന്നത്, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. നമ്മൾ എക്കണോമിക്സിൽ ഗ്രോസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റും ഉണ്ട്, അതേപോലെ നെറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റും ഉണ്ട്. ഗ്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തമായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് ഗ്രോസ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നത്, എന്താണ് കുറയ്ക്കുന്നത്, ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വിയർ ആൻഡ് ടിയറിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. വിയർ ആൻഡ് ടിയർ അതായത് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് പുതിയതായിട്ട് ഉണ്ടാക്കി, ഫോർ എക്സാമ്പിൾ ഒരു കാർ പുതിയതായിട്ട് നിർമ്മിച്ചു എന്ന് വെച്ചോ, എന്നിട്ട് അതൊരാൾ വാങ്ങിയതിന് ശേഷം അയാൾ യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഇപ്പൊ നമുക്ക് ഇന്ന് വാങ്ങുന്ന കാർ ഒരു 10 വർഷത്തിന് ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതിന് തേയ്മാനം സംഭവിക്കില്ലേ, അതിനൊരുപാട് കേടുപാടുകൾ സംഭവിക്കും അല്ലേ. അപ്പോൾ ഇന്നുള്ള വിലയായിരിക്കില്ല. ഇന്ന് കാറിന് 10 lakh rupees ഞാനൊരു കാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു 10 വർഷം കഴിയുമ്പോൾ അതിന് എത്രയായിരിക്കും, ചിലപ്പോൾ ഒരു 4 lakhs ഒരു 5 lakhs ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇതിന്റെ വിലയിലുണ്ടാവുന്ന ഡിപ്രീസിയേഷൻ, അതിനെയാണ് വിലയിലുണ്ടാവുന്ന കുറവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ യൂസ് കൊണ്ട്, കാലാകാലങ്ങളിൽ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു, ഇതിന് വിയർ ആൻഡ് ടിയർ സംഭവിക്കുന്നു. ഈ വിയർ ആൻഡ് ടിയറിന്റെ ഭാഗമായിട്ട് എന്താണ്, അതിന്റെ വിലയിൽ ഇടിവ് വരുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പം എല്ലാ വർഷവും എന്ത് ചെയ്യാറുണ്ട്, ഡിപ്രീസിയേഷൻ കുറയ്ക്കാറുണ്ട്. ഡിപ്രീസിയേഷൻ കുറച്ചുള്ള വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, NNP എന്ന് പറയുന്നത്. GNPയിൽ നിന്ന് എന്ത് കുറയ്ക്കുന്നതാണ്, ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്,
NNP എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഓപ്ഷൻസിൽ നോക്കിയിട്ട് പറഞ്ഞേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് NNP? നോക്കിയിട്ട് പറഞ്ഞേ, ഏതാണ് കറക്റ്റ് ഫോർമുല എന്ന് പറയുന്നത്? 1 2 3 4 ഏതാണ്? ഒന്നാമത്തെയാണ് അല്ലേ? ഒന്നാമത്തെയാണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള. NNP ഈസ് ഈക്വൽ ടു GNP മൈനസ് ഡിപ്രീസിയേഷൻ. ഇങ്ങനെ ഇക്വേഷൻ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇപ്പൊ NNP ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? കണ്ടുപിടിക്കാനുള്ളത് അല്ലേ? ഇവിടെ ഏതൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്? ഇപ്പൊ GNP എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു അക്ഷരേ മാറ്റം വന്നിട്ടുള്ളൂ. G എന്തായിട്ട് മാറി? N ആയിട്ട് മാറി. ഗ്രോസ് എന്ന് പറയുന്നത് നെറ്റ് ആയിട്ട് മാറി. അപ്പൊ ഗ്രോസ് നെറ്റ് ആവണമെങ്കിൽ അവിടെ എന്താ കുറയ്ക്കാനുള്ളത്? ഡിപ്രീസിയേഷൻ. ഗ്രോസ് നെറ്റ് ആവണമെങ്കിൽ എന്താണ് കുറയ്ക്കാവുന്നത്? ഡിപ്രീസിയേഷൻ. അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. ക്ലിയർ ആണോ? ഇനി GDP എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഇതാണ് GDP എന്ന് പറയുന്നത്. GDP നിന്ന് എങ്ങനെയാണ് GNP കണ്ടുപിടിക്കുന്നത്? GDP എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു കൺട്രി, ഇപ്പൊ ഇന്ത്യ പോലുള്ള ഒരു കൺട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ, നമ്മുടെ ടെറിട്ടറിക്കുള്ളിൽ എത്രത്തോളം പ്രൊഡക്ഷൻ നടക്കുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? GDP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് വ്യത്യസ്തമായിട്ട് മറ്റൊരു കോൺസെപ്റ്റ് ആണ് GNP, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. എന്താണ് GNP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. എന്താണ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു കൺട്രിയിലെ നേഷണൽസ് എത്രത്തോളം പ്രൊഡക്ഷൻ ചെയ്യുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? GNP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നാഷണൽ ഇൻകത്തിന്റെ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള അഗ്രഗേറ്റ്സ് ആണ് ഏതൊക്കെ? GDPയും GNPയും. ഇതൊരു ഡൊമസ്റ്റിക് ആംഗിളിൽ നിന്നുകൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ നേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഡൊമസ്റ്റിക് ടെറിട്ടറി എന്നൊരു കോൺസെപ്റ്റ് നമുക്കില്ലേ? അപ്പൊ ആ ഒരു ഡൊമസ്റ്റിക് ടെറിട്ടറി എന്നൊരു ആംഗിളിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് GDP ആണ്. നമ്മുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിക്കുള്ളിൽ എത്രത്തോളം പ്രൊഡക്ഷൻ നടക്കുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? GDP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ GNP കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ നാഷണൽസ്, നമ്മുടെ ആളുകൾ, നമ്മുടെ ഇപ്പൊ ഇന്ത്യക്കാർ എത്രത്തോളം എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡക്ഷൻ ആക്ടിവിറ്റി. നാഷണൽസിനെയാണ് നോക്കുന്നത്. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആരെയാണ് നോക്കുന്നത്? നേഷണൽസ്, ഇന്ത്യക്കാർ, ലോകത്തുള്ള എല്ലാ ഇന്ത്യക്കാരും എന്ത് ചെയ്യുന്നുണ്ട്? എത്രത്തോളം പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നാഷണൽ ഇൻകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മളെ ടാറ്റ പോലൊരു കമ്പനി എന്തുണ്ട്? ടാറ്റയുടെ TCS എന്തുണ്ട്? എവിടെയുണ്ട്? എബ്രോഡ്. അവർ എബ്രോഡുള്ള കമ്പനീസിന് എന്ത് കൊടുക്കുന്നുണ്ട്? ഈ TCSന്റെ എന്താണ് അവരുടെ ഓരോ സ്ഥാപനങ്ങളൊക്കെ എവിടെയുണ്ട്? എബ്രോഡ്. ഇപ്പൊ അമേരിക്കയിലും ജർമ്മനിയിലും ഒക്കെ ഇല്ലേ? അപ്പൊ അവിടെ നമ്മുടെ നേഷണൽസ്, പക്ഷെ അവിടെയാണ് അവരുടെ കമ്പനിയുടെ ഓഫീസ് എങ്കിലും എന്താണ്? നമ്മുടെ നേഷണൽ ആണല്ലേ, നമ്മുടെ കമ്പനി ആണല്ലേ. അതുകൊണ്ട് അത് ഏതിൽ വരും? നമ്മുടെ GNPയിൽ വരും. ഇപ്പൊ ടാറ്റ പോലുള്ളൊരു കമ്പനി പുറത്തു പോയി ഒരു സ്ഥാപനം ഇടുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഏതിൽ വരും? അവർ നമ്മുടെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണല്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ നാഷണൽ ആയിട്ടാണ് അത് കൂട്ടുന്നത്. നമ്മുടെ ഒരു രജിസ്ട്രേഷൻ ഉള്ള കമ്പനി ആയിട്ടാണ് അത് കൂട്ടുന്നത്. അതുകൊണ്ട് എന്ത് വരും? നമ്മുടെ GNPയിലാണ് ഏത് ഇൻക്ലൂഡഡ് ആവുന്നത്? ടാറ്റ ഇപ്പൊ പുറത്തു പോയി ഒരു ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു കമ്പനി സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ അത് ഏതിൽ വരും? നമ്മുടെ GNPയിൽ വരും. അതേപോലെ ഇപ്പൊ ആപ്പിൾ നമ്മുടെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ്, ആപ്പിൾ പോലുള്ള ഒരു കമ്പനി ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് നമ്മുടെ ഇന്ത്യയുടെ അകത്ത്, നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ വേൾഡ് മാർക്കറ്റ് ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു മാർക്കറ്റിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ആപ്പിൾ പോലുള്ള ഒരു കമ്പനി ഇവിടെ വന്ന് മാനുഫാക്ചറിങ് യൂണിറ്റ് സ്ഥാപിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏതിൽ വരും? നമ്മുടെ GDPയിൽ വരും. പക്ഷെ GNPയിൽ വരുമോ? നമ്മുടെ കമ്പനിയാണോ അത്? നമ്മുടെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനിയാണോ? അല്ല. അതുകൊണ്ട് അത് നമ്മുടെ ഏതിൽ വരില്ല? GNPയിൽ വരില്ല. പക്ഷെ ഏതിൽ വരും? നമ്മുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിക്കുള്ളിലാണല്ലോ ആ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളത്. അതുകൊണ്ട് നമ്മുടെ GDPക്കുള്ളിൽ എന്ത് വരും? ആ ഒരു കമ്പനി വരും. അപ്പൊ GDPയും GNPയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ നിന്ന് ഇപ്പൊ GDPയിൽ നിന്ന് ഡെപ്രീസിയേഷൻ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, GDPയിൽ നിന്ന് ഡെപ്രീസിയേഷൻ കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? NDP കിട്ടും. നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് കിട്ടും. നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്.
ഓക്കെ, GDP യിൽ നിന്ന് ഡെപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നെറ്റ് കിട്ടും. അതേപോലെ GNP യിൽ നിന്ന് ഡെപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടില്ലേ, NNP കിട്ടും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് നാഷണൽ ഇൻകം അഗ്രഗേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിയത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് ഫൈനാൻസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ദ ഫസ്റ്റ് ഫൈനാൻസ് കമ്മീഷൻ വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് വിത്ത് presidential order dated 22/11/1951 under the chairmanship of. അപ്പൊ ആരുടെ ചെയർമാൻഷിപ്പിലാണ് ഫസ്റ്റ് ഫൈനാൻസ് കമ്മീഷൻ വന്നത്? അപ്പൊ നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഫൈനാൻസ് കമ്മീഷൻ, അതൊരു ഭരണഘടനാ സ്ഥാപനമാണോ, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണോ, ആണെങ്കിൽ അത് ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? ഫസ്റ്റ് ഫൈനാൻസ് കമ്മീഷന്റെ ചെയർമാൻ ആരാണ്, ഇപ്പോഴത്തെ ഫൈനാൻസ് കമ്മീഷന്റെ ചെയർമാൻ ആരാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് ഫൈനാൻസ് കമ്മീഷനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് നോക്കാം. നിങ്ങൾ എന്നെ കമന്റ് ചെയ്തേ, ഈ ക്വസ്റ്റ്യൻ ആൻസർ കമന്റ് ചെയ്തേ. ഫസ്റ്റ് ഫൈനാൻസ് കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? കമന്റ് ചെയ്തേ നോക്കട്ടെ. ഫസ്റ്റ് ഫൈനാൻസ് കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ആരാണ് ഫസ്റ്റ് ഫൈനാൻസ് കമ്മീഷന്റെ ചെയർമാൻ? യെസ്, ആരാണ്? KC നിയോഗിയാണ്. ഫസ്റ്റ് ഫൈനാൻസ് കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? KC നിയോഗി. 1951 നവംബറിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മുടെ ഫൈനാൻസ് കമ്മീഷൻ, ആദ്യമായിട്ട് ഫൈനാൻസ് കമ്മീഷൻ സ്ഥാപിക്കുന്നത് എപ്പോഴാണ്? 1951 നവംബറിലാണ്. അതിന്റെ ചെയർമാൻ ആരായിരുന്നു? KC നിയോഗി ആയിരുന്നു അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഫൈനാൻസ് കമ്മീഷനെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, 1951 നവംബറിലാണ് എന്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? ഫൈനാൻസ് കമ്മീഷൻ. ഫസ്റ്റ് ഫൈനാൻസ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് ആരുടെ ചെയർമാൻഷിപ്പിലാണ് വന്നിട്ടുള്ളത്? KC നിയോഗി. നമ്മൾ കണ്ടു, നമ്മുടെ ക്വസ്റ്റ്യനേ അതായിരുന്നു. അടുത്ത് നോക്കിയേ, ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണോ? യെസ്, ഫൈനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് എങ്ങനത്തെ ബോഡിയാണ്? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ആർട്ടിക്കിൾ, ഏത് ആർട്ടിക്കിളിന്റെ അണ്ടറിലാണ് ഇത് ഫോം ചെയ്തിട്ടുള്ളത്? ആർട്ടിക്കിൾ 280, ആർട്ടിക്കിൾ 280ന്റെ അണ്ടറിലാണ് എന്ത് ഫോം ചെയ്തിട്ടുള്ളത്? ഫൈനാൻസ് കമ്മീഷൻ ഫോം ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്താണ് ഫൈനാൻസ് കമ്മീഷന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഇപ്പോൾ ഫൈനാൻസ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് അല്ലേ. അപ്പൊ അതിന്റെ ഫംഗ്ഷനും എന്തായിരിക്കും? അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിരിക്കും. ആർട്ടിക്കിൾ നമ്മളിപ്പോൾ പഠിച്ചല്ലോ. ഏതാണ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 280യിലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? ഫൈനാൻസ് കമ്മീഷനെ കുറിച്ച് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ്, നമ്മുടെ ഗവൺമെന്റിന് ടാക്സ് റവന്യൂ ലഭിക്കും അല്ലേ. നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു വരുമാന സ്രോതസ് ഏതാണ്? ടാക്സ് കളക്ഷൻ ആണ് അല്ലേ. അപ്പൊ ഈ ടാക്സിൽ നിന്ന് ലഭിക്കുന്ന റവന്യൂ എന്ത് ചെയ്യണം? സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിൽ എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം. അങ്ങനെ സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും ഈ റവന്യൂവിന്റെ ഷെയർ എത്രത്തോളം ആകാം എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ആ ഒരു ബോഡിയാണ് നമ്മുടെ ഫൈനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത്. സെൻട്രൽ ഗവൺമെന്റിന് എത്രത്തോളം ഷെയർ ലഭിക്കും, അതേപോലെ സ്റ്റേറ്റ് ഗവൺമെന്റിന് എത്രത്തോളം ഷെയർ ലഭിക്കും എന്നുള്ളത് തീരുമാനിക്കുന്ന ബോഡി ആരാണ്? അതിന്റെ ഒരു റെക്കമെൻഡേഷൻ നടത്തുന്നത് ആരാണ്? ശ്രദ്ധിക്കാനുള്ളത്, ഇതൊരു റെക്കമെൻഡേറ്റീവ് ബോഡി മാത്രമാണ്. ഫൈനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് അവർക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല, ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ഇന്നതേ ചെയ്യാവൂ എന്ന് പറയാനായിട്ട് ആർക്ക് പറ്റില്ല? ഫൈനാൻസ് കമ്മീഷന് പറ്റില്ല. ഇതെന്ത് ബോഡിയാണ്? ഒരു റെക്കമെൻഡേറ്റീവ് ബോഡിയാണ്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റിന് എത്ര ഷെയർ കിട്ടും? ടാക്സ് റവന്യൂവില് സെൻട്രൽ ഗവൺമെന്റിന് എത്ര ഷെയർ കിട്ടും, അതേപോലെ സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് എത്ര ഷെയർ കിട്ടും എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? നമ്മുടെ ഫൈനാൻസ് കമ്മീഷൻ ആണ്. രണ്ട് തരത്തിലുള്ള ടാക്സ് റവന്യൂവിന്റെ രണ്ട് തരത്തിലുള്ള ഡെവല്യൂഷൻ അവർ ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡെവല്യൂഷനും, ഒന്നാമത്തെ ഏതാണ്? വെർട്ടിക്കൽ ഡെവല്യൂഷൻ. രണ്ടാമത്തേത് ഏതാണ്? ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ.
വെർട്ടിക്കൽ ഡെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെർട്ടിക്കൽ ആയിട്ട് സെൻട്രൽ ഗവൺമെന്റ് അല്ലേ ടോപ്പിൽ നിൽക്കുന്നത്. സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിൽ എത്രത്തോളം ഷെയർ വേണം എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഫൈനാൻസ് കമ്മീഷൻ ആണ്. അതിന്റെ റെക്കമെൻഡേഷൻ നടത്തുന്നതാണ് ഫൈനാൻസ് കമ്മീഷൻ ആണ്. ഇതിനെയാണ് വെർട്ടിക്കൽ ഡെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വെർട്ടിക്കൽ ഡെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രൽ ഗവൺമെന്റിന് എത്ര ഷെയർ, സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് എത്ര ഷെയർ. ഇനി ഈ സ്റ്റേറ്റ് ഗവൺമെന്റ്സിൽ തന്നെ എന്തുണ്ട്? ചില സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് കുറച്ച് കൂടുതൽ ക്യാഷ് കൊടുക്കേണ്ടി വരും, ചിലർക്ക് കുറച്ച് കൊടുക്കേണ്ടി വരും. അപ്പൊ ഈ ഒരു ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അവർക്കിടയിൽ എങ്ങനെ ഈ ക്യാഷ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതും ആര് തന്നെയാണ്? നമ്മുടെ ഫൈനാൻസ് കമ്മീഷൻ തന്നെയാണ്. തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ അവരെന്ത് മാത്രമാണ്? റെക്കമെൻഡേഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. നോക്കിയേ, ഇറ്റ്സ് കോർ ഫംഗ്ഷൻ ഈസ് ടു ഡിഫൈൻ ദ ഫൈനാൻഷ്യൽ റിലേഷൻസ് ബിറ്റ്വീൻ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും തമ്മിലുള്ള ഫൈനാൻഷ്യൽ റിലേഷൻസ് നിയന്ത്രിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ആരെന്ന് പറയുന്നത്? ഫൈനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്പെസിഫിക്കലി ഇറ്റ് റെക്കമെൻഡ്സ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടാക്സ് റവന്യൂ ഡിസ്ട്രിബ്യൂഷൻ. അത് റെക്കമെൻഡ് ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കാനുള്ള വാക്കാണ് റെക്കമെൻഡ്സ്. അവരെന്ത് ചെയ്യുന്നുള്ളൂ? റെക്കമെൻഡേഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ്സ്. ആരൊക്കെ തമ്മിലാണ്? യൂണിയൻ ഗവൺമെന്റ്സും സ്റ്റേറ്റ് ഗവൺമെന്റ്സും. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? വെർട്ടിക്കൽ ഡെവല്യൂഷൻ എന്ന് വിളിക്കുന്നു. അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഷെയർ അമംഗ് ദ സ്റ്റേറ്റ്സ് ദംസെൽസ്. സ്റ്റേറ്റ്സ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ്സ് എന്താണ്? അവർക്ക് ഒരു ഷെയർ കൊടുക്കുമല്ലോ. ഈ ഷെയർ വീണ്ടും എന്ത് ചെയ്യണം? സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് ഇപ്പൊ കേരളത്തിന് എത്ര ഷെയർ വേണം, തമിഴ്നാടിന് എത്ര ഷെയർ വേണം, ഇതൊക്കെ എന്താണ് തീരുമാനിക്കുന്നത്? ആരാണ്? വിവിധ പാരാമീറ്റേഴ്സിനെ വെച്ചുകൊണ്ട് തീരുമാനിക്കുന്നത് ആര് തന്നെയാണ്? നമ്മുടെ ഫൈനാൻസ് കമ്മീഷൻ ആണ് റെക്കമെൻഡേഷൻസ് നടത്തുന്നത്. അപ്പോൾ വെർട്ടിക്കൽ ഡെവല്യൂഷൻ ഓഫ് ടാക്സ് റവന്യൂ, അതേപോലെ തന്നെ ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ ഓഫ് ടാക്സ് റവന്യൂ. ഈ ഒരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കരുത്. എന്താണ് വെർട്ടിക്കൽ ഡെവല്യൂഷൻ, എന്താണ് ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് വരാം അല്ലേ? ബട്ട് എന്താണിതെന്ന് പറയുന്നത്? സിമ്പിൾ ആണ്. വെർട്ടിക്കൽ ഡെവല്യൂഷൻ സെൻട്രലും സ്റ്റേറ്റും, അതേപോലെ ബിറ്റ്വീൻ ദ സ്റ്റേറ്റ്സ് ആണ്. ഹൊറിസോണ്ടൽ ആയിട്ട് എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റ്സും ഒരേ ലെവലാണ് അല്ലേ? അപ്പോൾ ബിറ്റ്വീൻ ദ സ്റ്റേറ്റ്സ് ഹൊറിസോണ്ടൽ ഡെവല്യൂഷനെയാണ്. ആ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഡെവല്യൂഷനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ എന്ന് പറയും. ഇനി ഫസ്റ്റ് ഫൈനാൻസ് കമ്മീഷൻസ് റെക്കമെൻഡേഷൻസ് കവേർഡ് 5-year പീരീഡ് ഫ്രം 1952 to 1957. 1952 മുതൽ 1957 വരെയുള്ള പീരീഡാണ് ആര് കവർ ചെയ്തിട്ടുള്ളത്? ഫസ്റ്റ് ഫൈനാൻസ് കമ്മീഷൻ കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഫൈനാൻസ് കമ്മീഷൻ എത്ര വർഷം വരെയുള്ള പീരീഡിലേക്കുള്ള റെക്കമെൻഡേഷൻസ് ആണ് നടത്തിയിട്ടുള്ളത്? 1952 മുതൽ 57 വരെ. എന്നാണ് ഇത് ഫോം ചെയ്തത്? 1951 നവംബറിലാണ് എന്ത് ഫോം ചെയ്തിട്ടുള്ളത്? നമ്മുടെ ഫസ്റ്റ് ഫൈനാൻസ് കമ്മീഷൻ ഫോം ചെയ്തിട്ടുള്ളത്. ഇനി അതിന്റെ ചെയർമാൻ ആരായിരുന്നു? അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ആരായിരുന്നു നമ്മുടെ ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്? KC നിയോഗിയാണ്. അപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഫൈനാൻസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എഴുതിയില്ലേ? ആർട്ടിക്കിൾ ഏതാണ് ഫൈനാൻസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട? കമന്റ് ചെയ്തേ. ഏതാണ് ഫൈനാൻസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ? എല്ലാരും കമന്റ് ചെയ്തേ. ആർട്ടിക്കിൾ 280 ആണല്ലേ? ഇനി ഉറക്കത്തിൽ ചോദിച്ചാലും പറയണം. ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 280 ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. NK Singh became the chairman of which finance commission of India? NK Singh നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഫൈനാൻസ് കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നു. ഏത് ഫൈനാൻസ് കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നു NK Singh എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഇപ്പോൾ ഉള്ള ഫൈനാൻസ് കമ്മീഷന് തൊട്ട് മുന്നേ ഉള്ള ഫൈനാൻസ് കമ്മീഷൻ ആണ്. ഇപ്പോൾ ഉള്ളത് എത്രാമത്തെയാണ്? 16th ഫൈനാൻസ് കമ്മീഷൻ ആണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പൊ ഇതിന് തൊട്ട് മുന്നേ ഉള്ളത് ഏതായിരിക്കും? 15th ഫൈനാൻസ് കമ്മീഷൻ ആണ് അല്ലേ? അപ്പൊ NK Singh ഏത് ഫൈനാൻസ് കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നു? 15ാമത് ഇന്ത്യയുടെ 15ാമത് ഫൈനാൻസ് കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നു ആരെന്ന് പറയുന്നത്? NK Singh. 16ാമത് ഫൈനാൻസ് കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? പറഞ്ഞേ. എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ്. വളരെ സുപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആരാണ്? അരവിന്ദ് പനഗരിയ. നമ്മുടെ നീതി ആയോഗിന്റെ ആദ്യത്തെ നീതി ആയോഗ് ഫോം ചെയ്തത് ഏതാണ്? 2015 അല്ലേ? നീതി ആയോഗിന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ആയിരുന്നു ആരെന്ന് പറയുന്നത്? അരവിന്ദ് പനഗരി എന്ന് പറയുന്നത്. അദ്ദേഹമാണ് നമ്മുടെ ഇപ്പോഴത്തെ 16th ഫൈനാൻസ് കമ്മീഷന്റെ ചെയർമാൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോ 15th ഫൈനാൻസ് കമ്മീഷന്റെ ആരാണ്?
NK സിംഗ്. ഫസ്റ്റ് ഫൈനാൻസ് കമ്മീഷന്റെ ആരാണ്? നമ്മൾ നേരത്തെ ചെയ്തു. ആരാണ്? KC നിയോഗി. നോക്കിയേ, നമുക്ക് 15th ഫൈനാൻസ് കമ്മീഷനെ കുറിച്ച് ഒന്ന് നോക്കാം. NK സിംഗ്, നന്ദകിഷോർ സിംഗ് became the chairman of the 15th ഫൈനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ 15th ഫൈനാൻസ് കമ്മീഷന്റെ ചെയർമാൻ ആയിട്ടാണ് ആര്? NK സിംഗ്. 15th ഫൈനാൻസ് കമ്മീഷൻ വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ നവംബർ 2017. ഏത് വർഷമാണ് 15th ഫൈനാൻസ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്? 2017 നവംബറിലാണ്. അവർ ഏത് സമയത്തേക്കുള്ള റെക്കമെൻഡേഷൻ ആണ് ചെയ്തിട്ടുള്ളത്? 2020-21 മുതൽ 25-26 വരെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവർ റെക്കമെൻഡേഷൻസ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ റെക്കമെൻഡേഷൻസ് വരുന്നത് കോവിഡ് ടൈമാണ്. കോവിഡ് ടൈം ആയതുകൊണ്ട് ഏകദേശം 6 വർഷത്തേക്കുള്ള റെക്കമെൻഡേഷൻ. സാധാരണ ഫൈനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ് 5 ഇയേഴ്സിലേക്കാണ് പോകുന്നത്. പക്ഷെ അന്ന് കോവിഡ് പോലുള്ള ഒരു അൺപ്രസിഡന്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു. അതൊക്കെ ഓവർകം ചെയ്ത് നമ്മളിപ്പോൾ എന്നിട്ട് മുന്നിലേക്ക് വന്നു അല്ലേ. ബട്ട് ആ ഒരു കണ്ടീഷനിൽ എന്താണ്, നമുക്ക് ഇവരുടെ ഒരു കാലാവധി നീട്ടിക്കൊടുക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ 6 ഇയേഴ്സിലേക്കുള്ള റെക്കമെൻഡേഷൻ ആരാണ് നടത്തിയത്? ഈ ഒരു 15th ഫൈനാൻസ് കമ്മീഷൻ ആണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോവിഡ് ടൈമിലേക്കുള്ള റെക്കമെൻഡേഷൻസ് നടത്തിയ ഫൈനാൻസ് കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? 15th ഫൈനാൻസ് കമ്മീഷൻ ആണ്. 2017 അവർക്ക് എന്താണ് ഈ ഒരു 15th ഫൈനാൻസ് കമ്മീഷൻ ഫോം ചെയ്യുന്നത്. 2020-21 മുതൽ 25-26 വരെയുള്ള റെക്കമെൻഡേഷൻസ് ആര് നടത്തിയിട്ടുണ്ട്? 15th ഫൈനാൻസ് കമ്മീഷൻ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ 2025 ആണല്ലേ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ പുതിയ ഫൈനാൻസ് കമ്മീഷൻ ഫോം ചെയ്തിട്ടുണ്ട്. 16th ഫൈനാൻസ് കമ്മീഷൻ ആണ്. അപ്പോൾ പുതിയ അടുത്ത വർഷത്തേക്കുള്ള ഇനിയിപ്പോൾ 25-26 കഴിഞ്ഞ് 26-27 മുതലുള്ള റെക്കമെൻഡേഷൻസ് നടത്താനായിട്ടുള്ള 16th ഫൈനാൻസ് കമ്മീഷൻ, അതിന്റെ ചെയർമാൻ ആരാണ്? 16th ഫൈനാൻസ് കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗരിയ. ഇത്രയും ക്ലിയർ ആണോ? ഇപ്പൊ ഫൈനാൻസ് കമ്മീഷനെ കുറിച്ച് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പഠിച്ചിട്ടുണ്ടായിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ ഫൈനാൻസ് കമ്മീഷൻ? അതോ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ? ഡൗട്ട് ഉണ്ടോ? ഒരു ഡൗട്ടും ഇല്ല. ഏതാണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഏത് ആർട്ടിക്കിൾ ആണ്? ഓർക്കത്തി ചോദിച്ചാലും പറയണം. ഏതാണ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 280 ആണ്. ഇതുപോലെ തന്നെ ഈ ഒരു നമുക്ക് ഇന്ത്യ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഫൈനാൻസ് കമ്മീഷൻ ഉള്ളതുപോലെ, ഫൈനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ഉള്ളതുപോലെ തന്നെ സ്റ്റേറ്റിലും എന്തുണ്ട്? ഫൈനാൻസ് കമ്മീഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ വരും. അപ്പൊ അത് നമുക്ക് നോക്കാം. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. രണ്ടും കൂടെ കൺഫ്യൂഷൻ ആവരുത്. സ്റ്റേറ്റിന്റെ ഫൈനാൻസ് കമ്മീഷനും ഉണ്ട്, അതേപോലെ ഫൈനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യയും ഉണ്ട്. ഇതാണ് ആരെന്ന് പറയുന്നത്? NK സിംഗിന്റെ ഫോട്ടോയാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്തായിരുന്നു? നന്ദകിഷോർ സിംഗ്. ചിലപ്പോൾ എക്സാമിന് നന്ദകിഷോർ സിംഗ് എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. കൺഫ്യൂസ്ഡ് ആവരുത്. NK സിംഗ് ആണ്. NK സിംഗ് തന്നെയാണ് നന്ദകിഷോർ സിംഗ്, 15th ഫൈനാൻസ് കമ്മീഷന്റെ ചെയർമാൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി. What is the main role of State Finance Commission? ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഫൈനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ മാത്രമല്ല, ഏതും കൂടെ ഉണ്ട്? സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷനും കൂടെ ഉണ്ടല്ലേ. അപ്പൊ സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷന്റെ മെയിൻ റോൾ എന്താണ്? സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ ആവട്ടെ, ഫൈനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ആവട്ടെ, ഇവരുടെ രണ്ടുപേരുടെയും മെയിൻ റോൾ എന്ന് പറയുന്നത് ടാക്സ് റവന്യൂവിന്റെ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്. അത് ഏതൊക്കെ ഇൻ ബിറ്റ്വീൻ ഏതൊക്കെയാണെന്ന് മാത്രം നോക്കിയാൽ മതി. ഇവിടെ നോക്കിയേ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ കൊടുത്തിരിക്കുന്നത്? ദ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് നെറ്റ് പ്രൊസീഡ്സ് ഓഫ് ടാക്സസ്, ടോൾസ് ആൻഡ് ഫീസ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ആൻഡ് ദ ലോക്കൽ ബോഡീസ്. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ടു അഡ്വൈസ് ദ ഗവൺമെന്റ് ഓൺ ദ ലീഗൽ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് റെഫേർഡ് ടു ഇറ്റ് ബൈ ദ പ്രസിഡന്റ്. പ്രസിഡന്റ് റെഫർ ചെയ്യുന്ന ലീഗൽ ഫൈനാൻഷ്യൽ മാറ്റേഴ്സ് നോക്കുന്നത്, അതിൽ അഡ്വൈസ് കൊടുക്കുന്നത് ആരാണ്? ഫൈനാൻസ് കമ്മീഷനാണ്, സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ എന്താണ്? ടു സെക്യൂർ ദ അക്കൗണ്ടബിലിറ്റി ഓഫ് ദ എക്സിക്യൂട്ടീവ് ടു ദ പാർലമെന്റ് ഇൻ ദ സ്പിയർ ഓഫ് ഫൈനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ. അക്കൗണ്ടബിലിറ്റി, അതായത് എക്സിക്യൂട്ടീവിനെ എന്താണ് ഫൈനാൻഷ്യൽ മാറ്റേഴ്സിൽ അക്കൗണ്ടബിൾ ആക്കുന്നത്, പാർലമെന്റിനോട് അക്കൗണ്ടബിൾ ആക്കുന്നത്, അത് ചെക്ക് ചെയ്യുന്നത് ആരാണ്? ഫൈനാൻസ് കമ്മീഷനാണ്, സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. Okay, to look after the elections of the panchayat and municipalities. പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റീസിന്റെ എലക്ഷൻസ്. ഇത് വായിക്കുമ്പോൾ തന്നെ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് കട്ട് ചെയ്ത് കളയാൻ പറ്റും അല്ലേ? എലക്ഷൻസുമായിട്ട് ഫൈനാൻസ് കമ്മീഷൻ എന്തെങ്കിലും ബന്ധം ഉണ്ടാവുമോ? ഇല്ല. സോ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് കട്ട്.
ഇനി തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കി, അക്കൗണ്ടബിലിറ്റി ഓഫ് ദ എക്സിക്യൂട്ടീവ് ടു ദ പാർലമെന്റ്. അത് ആരാ നടത്തുന്നത്? CAG അല്ലേ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അല്ലേ. നമ്മുടെ എക്സിക്യൂട്ടീവ് എത്രത്തോളം അക്കൗണ്ടബിൾ ആണ്, പാർലമെന്റിന് ഫൈനാൻഷ്യൽ മാറ്റേഴ്സിൽ എത്രത്തോളം അക്കൗണ്ടബിൾ ആണ്, വാച്ച് ഡോഗ്, ഫൈനാൻഷ്യൽ മാറ്റേഴ്സിലെ വാച്ച് ഡോഗ് ആര് തന്നെയാണ്? നമ്മുടെ CAG ആണ്. അപ്പൊ CAG കുറിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അതെന്ന് പറയുന്നത്. അപ്പൊ ഇവർക്ക് എന്തില്ല, അതിൽ റോളില്ല. അക്കൗണ്ടബിലിറ്റി, അക്കൗണ്ടബിൾ ആക്കുന്നത്, ഗവൺമെന്റിനെ അക്കൗണ്ടബിൾ ആക്കുന്നത് ആരല്ല? ഫൈനാൻസ് കമ്മീഷൻ അല്ല. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി നോക്കി, ടു അഡ്വൈസ് ദ ഗവൺമെന്റ് ഓൺ ദ ലീഗൽ ഫൈനാൻഷ്യൽ മാറ്റേഴ്സ് റെഫേർഡ് ടു ഇറ്റ് ബൈ ദ പ്രസിഡന്റ്. പ്രസിഡന്റ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ലീഗൽ ഫൈനാൻഷ്യൽ മാറ്റേഴ്സ് അതിൽ അഡ്വൈസ് ചെയ്യുന്നതും ആരല്ല? നമ്മുടെ ഫൈനാൻസ് കമ്മീഷൻ അല്ല. അപ്പൊ അവിടെ ഏതാണ് വരുന്നത്? ദ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് ദ നെറ്റ് പ്രൊസീഡ്സ് ഓഫ് ടാക്സസ്, ടോൾസ് ആൻഡ് ഫീസ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ആൻഡ് ദ ലോക്കൽ ബോഡീസ്. അപ്പൊ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റും അതേപോലെ അതിന്റെ താഴെത്തട്ടിൽ ആരുണ്ട്? ലോക്കൽ ബോഡീസ് ഉണ്ടല്ലേ. ഇവര് തമ്മിലുള്ള ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു ഷെയർ കിട്ടും, സെൻട്രൽ മൊത്തത്തിൽ ടാക്സ് കളക്ഷനിൽ സെൻട്രൽ ഗവൺമെന്റിന് ഒരു ഷെയർ കിട്ടും, സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു ഷെയർ കിട്ടും. ആ ഷെയറിൽ നിന്ന് എന്ത് ചെയ്യണം? ലോക്കൽ ബോഡീസിന് ആര് ഷെയർ കൊടുക്കണം? സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഷെയർ കൊടുക്കണം. അത് എത്രയാണ് കൊടുക്കാനുള്ളതെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ ആണ്. സോ സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷന്റെ ഡ്യൂട്ടി എന്താണ്? സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ ആവട്ടെ, ഫൈനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ആവട്ടെ, രണ്ടുപേരുടെയും ഡ്യൂട്ടി ടാക്സ് റവന്യൂവിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഡിസ്ട്രിബ്യൂഷനിൽ റെക്കമെൻഡേഷൻസ് നടത്തുക. എത്രത്തോളം ഷെയർ, ഇവർക്കൊക്കെ എത്രത്തോളം ഷെയർ വേണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഫൈനാൻസ് കമ്മീഷൻ ആണ്. അപ്പൊ സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷന്റെ റോള് നമ്മൾ പറഞ്ഞു, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണല്ലേ ശരിയായിട്ടുള്ളത്. നോക്കേ, ദ സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ ഈസ് എ വൈറ്റൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. നമ്മൾ ഫൈനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ പറഞ്ഞു, അത് ഏത് ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 280 ആണല്ലേ. അത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഡൗട്ട് വരും, ഇനി സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണോ? യെസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണ്. എന്തുകൊണ്ടാണ്? അതിന് 2 ആർട്ടിക്കിൾസ് ഉണ്ട്. ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 243I ആർട്ടിക്കിൾ 243Y. ഈ ആർട്ടിക്കിൾ 243 ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഈ 243 എന്ന് പറയുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പഞ്ചായത്തി രാജുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. പഞ്ചായത്തി രാജുമായിട്ട് ബന്ധപ്പെട്ട് 243A മുതൽ അങ്ങോട്ടുള്ളത് ഏതാണ്? 243A മുതൽ അങ്ങോട്ടുള്ളത് ഏതാണ്? പഞ്ചായത്തി രാജും പിന്നെ മുനിസിപ്പാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ ഈ ആർട്ടിക്കിൾസിന്റെ ഉള്ളിലാണ് എന്ത് വരുന്നത്? ഈ പഞ്ചായത്തി രാജ് മുനിസിപ്പാലിറ്റീസിന്റെയും ആർട്ടിക്കിൾസിന്റെ ഉള്ളിലാണ് എന്ത് വരുന്നത്? നമ്മുടെ ഈ സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് വരുന്നത്. ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 243I 243Y. മറന്നു പോകരുത്, 243I and Y എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഫൈനാൻസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ആണ്. സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ആണ്. ഫൈനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ഏതായിരുന്നു? ആർട്ടിക്കിൾ 280 ആണ്. അതേപോലെ ഫൈനാൻസ് കമ്മീഷൻ, സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? കാണാതെ പറഞ്ഞേ. ആർട്ടിക്കിൾ 243I Y പ്രാസം ഉണ്ടല്ലേ പറയാനായിട്ട്. I Y. ആർട്ടിക്കിൾ 243I Y ആണ് വരുന്നത്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണോ? യെസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണ്. ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യരുത്? കൺഫ്യൂഷൻ ആവരുത്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണോ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ആലോചിക്കുക. എന്തെങ്കിലും ആർട്ടിക്കിൾ ഉണ്ടോ, അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആർട്ടിക്കിൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടോ എന്ന് ചിന്തിക്കുക. ആർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണ്, അല്ലാന്നുണ്ടെങ്കിൽ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. നോക്കേ, ഇറ്റ്സ് എ വൈറ്റൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഇൻ ഇന്ത്യ ഫോക്കസ്ഡ് ഓൺ ഫിസ്ക്കൽ ഡീസെൻട്രലൈസേഷൻ. ഏറ്റവും ഗ്രൗണ്ട് ലെവലിൽ വരെ എന്താണ് ഫൈനാൻസസ് എത്തുക എന്നുള്ളതാണ് എന്തിന്റെ ലക്ഷ്യം? ഫൈനാൻസ് കമ്മീഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സ്ട്രെങ്തനിങ് ലോക്കൽ സെൽഫ് ഗവേണൻസ്. ലോക്കൽ സെൽഫ് ഗവേണൻസിനൊക്കെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു ബോഡിയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഏത് അമെൻമെന്റ്സിലൂടെയാണ് ഇത് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത്? 73ഉം 74ഉം 73rd and 74th അമെൻമെന്റ്സിലൂടെ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ് 243I 243Y. ഇനി ആരാണ് ഇത് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു 5 വർഷത്തേക്കാണ് എന്ത് ചെയ്യുന്നത്? ഫൈനാൻസ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത് അല്ലേ. ആരാണ്? നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ആണെന്നുണ്ടെങ്കിൽ, സെൻട്രലിലാണെന്നുണ്ടെങ്കിൽ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് 5 years 5 വർഷത്തേക്ക് ഏത് ആർട്ടിക്കിൾ പ്രകാരം? ആർട്ടിക്കിൾ 280 പ്രകാരം അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ
സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ ആരായിരിക്കും അപ്പോയിന്റ് ചെയ്യുന്നത്? ഗവർണർ ആയിരിക്കും അല്ലേ? ആ സ്റ്റേറ്റിലെ ഗവർണർ 5 വർഷത്തേക്ക് എന്ത് ചെയ്യുന്നു? സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നു. പർപ്പസ് എന്താണ് അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത്? ടു റിവ്യൂ ദ ഫൈനാൻഷ്യൽ പൊസിഷൻ ഓഫ് പഞ്ചായത്ത്. പഞ്ചായത്തിന്റെ ഒക്കെ ഓരോ പഞ്ചായത്തിന്റെയും ഫൈനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് മനസ്സിലാക്കുക, മുനിസിപ്പാലിറ്റീസിന്റെയും ഫൈനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആർക്കാണ് റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നത്? ഗവർണറിനാണ് റെക്കമെൻഡേഷൻസ്. റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഫൈനാൻസ് കമ്മീഷൻ, സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? ഗവർണറിനാണ്. ഗവർണറാണല്ലോ അവരെ അപ്പോയിന്റ് ചെയ്യുന്നത്. സോ ഗവർണറിന് റിപ്പോർട്ട് സമർപ്പിക്കും. ഗവർണർ ഇത് എവിടെ വെക്കും? ഇത് നമ്മുടെ പാർലമെന്റ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ, സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷന്റെ ആകുമ്പോൾ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ വെച്ചിട്ട് അത് പാസ്സായാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അത് ഇത്ര ഡെവല്യൂഷൻ കറക്റ്റ് ആയിട്ട് നടക്കുകയുള്ളൂ. അപ്പൊ റെക്കമെൻഡേഷൻസ് ആർക്കാ കൊടുക്കുന്നത്? ഗവർണറിന്. അതേപോലെ ഫൈനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണെങ്കിൽ ആർക്കായിരിക്കും റെക്കമെൻഡേഷൻസ്? അവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ് അല്ലേ? അപ്പോ ആർക്കായിരിക്കും റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നത്? പ്രസിഡന്റിന് തന്നെയാവും റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നത്. ക്ലിയർ ആണോ? ഫൈനാൻസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട്, ഫൈനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടും സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ മറന്നു പോവാതെ ഓർത്തു വെക്കുക. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞല്ലേ, നമ്മുടെ ലൈവിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നത് എന്തിനാണ്? ഇത് നമ്മൾ എക്സാമിൽ ചെല്ലുമ്പോൾ മറന്നു പോകരുത്. നിങ്ങളിങ്ങനെ ആലോചിക്കണം, ലൈവിൽ കേട്ടതാണ് എന്നുള്ള സാധനം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് പറയുന്ന സമയത്ത് ഇത് മനസ്സിൽ നന്നായിട്ട് പതിക്കുക. ഈ ഒരു ഫാക്റ്റുകളെല്ലാം, ഇതെല്ലാം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയാസ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ. Production function of a firm is the relation between inputs used and dash. എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ? മൈക്രോ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. മൈക്രോ എക്കണോമിക്സും ഉണ്ട്, മാക്രോ എക്കണോമിക്സും ഉണ്ട് അല്ലേ? മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫേമിനെ കുറിച്ചോ ഒരു പ്രത്യേക പ്രൊഡക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്കണോമി, ചെറിയ എക്കണോമിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ മൈക്രോ എക്കണോമിക്സ്. ഏറ്റവും മൈക്രോ ലെവലിൽ നിന്ന് ഇപ്പോൾ ഒരു വ്യക്തിയുടെ ഇൻകം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മൈക്രോ എക്കണോമിക്സ് ആണ്. ഇപ്പൊ എൻ്റെ ഇൻകം ഞാൻ എന്ത് ചെയ്യാണ്? കാൽക്കുലേറ്റ് ചെയ്യാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഏതിൽ വരും? മൈക്രോ എക്കണോമിക്സിൽ വരും. എന്നാൽ ഒരു നേഷന്റെ ഇൻകം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മൈക്രോ എക്കണോമിക്സിൽ വരുമോ? ഇല്ല. ഏതിൽ വരും? മാക്രോ എക്കണോമിക്സിലാണ് വരുന്നത്. ഓക്കെ, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓഫ് എ ഫേം ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇൻപുട്സ് യൂസ്ഡ്, ഇൻപുട്ട് യൂസ്ഡ് ആൻഡ് ഡാഷ്. എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ബന്ധമാണ്. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ബന്ധത്തെയാണ് എന്തെന്ന് പറയുന്നത്? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, അപ്പോൾ ബിറ്റ്വീൻ ഇൻപുട്സ് ആൻഡ് ഇവിടെ ഓപ്ഷനിൽ നോക്കിയേ ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്സ് യൂസ്ഡ് ബൈ ദ ഫേം. ഓൾറെഡി ഇൻപുട്സ് ഉണ്ടല്ലേ, അപ്പോൾ വീണ്ടും റിലേഷനിൽ ഇൻപുട്ട് വരുന്നില്ലല്ലോ. ക്വാളിറ്റി ഓഫ് ഇൻപുട്ട്, ക്വാണ്ടിറ്റി പറഞ്ഞിട്ട് ക്വാളിറ്റി ആണ്. അവിടെ ക്വാളിറ്റിക്ക് യാതൊരു സ്ഥാനവും ഇല്ല. നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പറയുമ്പോൾ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് നോക്കുന്നത്. ക്വാളിറ്റി ഓഫ് ഇൻപുട്സ് യൂസ്ഡ് ബൈ ദ ഫേം അതുമല്ല. അടുത്ത നോക്കിയേ, ഔട്ട്പുട്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫേം. ഒരു ഫേം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട്, അതായത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടേം ആണ്, എക്കണോമിക്സിലൂടെ ടേം ആണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അത് അങ്ങനെ പഠിച്ചു വെച്ചേക്കുക. എന്താണ് പറയുന്നത്? ഇൻപുട്ടും ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിലെ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്ടും ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടും ഏതൊക്കെ തരത്തിൽ കോമ്പിനേഷൻ ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ചില പ്രൊഡക്ട്സിന്റെ നിർമ്മാണത്തിന് എന്താണ് ലേബർ ഫോഴ്സ് ആയിരിക്കും, ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, ലേബർ ഫോഴ്സ് ആയിരിക്കും കൂടുതൽ വേണ്ടത്. അപ്പൊ ആ ഒരു കോമ്പിനേഷൻ, ലേബർ ഫോഴ്സ് കൂടുതലുള്ള ഒരു ഇൻപുട്ട് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ ഡിഫറെന്റ് കോമ്പിനേഷൻ ഓഫ് ഇൻപുട്സ് അത് എത്രത്തോളം ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദ റിലേഷൻ ബിറ്റ്വീൻ ഇൻപുട്സ് യൂസ്ഡ് ആൻഡ് ഔട്ട്പുട്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫേം. ഇതിന്റെ ഔട്ട്പുട്ടും എന്തൊക്കെ കോമ്പിനേഷൻ ഓഫ് ഇൻപുട്സ് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഡിസ്ക്രൈബ്സ് ദ മാക്സിമം ഔട്ട്പുട്ട് ദാറ്റ് എ ഫേം ക്യാൻ പ്രൊഡ്യൂസ് ഫോർ എവറി കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട്. ഓരോ കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ടിലും എത്രത്തോളം മാക്സിമം ഔട്ട്പുട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലേബേഴ്സിനെ കൂട്ടി നോക്കുക, അതേപോലെ തന്നെ ഇപ്പോൾ
എന്റർപ്രണർഷിപ്പ്, കൂടുതൽ മാനേജ്മെന്റ് ചെയ്യുക, നല്ല രീതിയിൽ മാനേജ് ചെയ്യുക, ലേബേഴ്സിനെ കുറച്ചിട്ട് മാനേജ്മെന്റിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻപുട്ടിനെ മാറ്റി മാറ്റി കൊടുക്കാൻ പറ്റും അല്ലേ. ഇപ്പൊ റോ മെറ്റീരിയൽസിൽ കുറവ് വരുത്തുക, അങ്ങനെയുള്ള ഇൻപുട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല പല കോമ്പിനേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, ട്രൈ ചെയ്യാൻ പറ്റും. മെയിൻ ആയിട്ടും ലേബർ, ക്യാപിറ്റൽ, ലാൻഡ്. ഇപ്പോൾ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ട് ക്യാപിറ്റലിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള മെഷീനറീസിന്, മറ്റു കാര്യങ്ങൾക്ക് ലേബേഴ്സിനെ മാറ്റി നിർത്തിയിട്ട് ചിലപ്പോൾ മെഷീനറീസിന് കൂടുതൽ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ചിലപ്പോൾ മെഷീനറീസ് കുറച്ചിട്ട് ലേബേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ പല രീതിയിൽ ട്രൈ ചെയ്തിട്ട് ഏറ്റവും മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്നത് ഏതാണ് എന്ന് അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് ഇൻ എക്കണോമിക്സ് ദാറ്റ് ലിങ്ക്സ് ഇൻപുട്സ് ടു ദ റിസൾട്ടിങ് ഔട്ട്പുട്ട്. അതൊരു ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് ആണ് അല്ലേ. എന്തിനെയൊക്കെ ബന്ധിപ്പിക്കുന്നത്, ഇൻപുട്സിനെയും ഔട്ട്പുട്സിനെയും ബന്ധിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. എന്താണ്, ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ബന്ധമാണ് എന്തിൽ പറയുന്നത്, പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ പറയുന്നത്. പല കോമ്പിനേഷൻ ഓഫ് ഇൻപുട്സ് കൊണ്ട് എത്രത്തോളം ഔട്ട്പുട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ചെയ്യുന്നത്. ക്ലിയർ ആണോ? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താന്ന് മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, ചെറുതായിട്ട് ബോറടിച്ച് തുടങ്ങിയോ? ഏകദേശം 1 മണിക്കൂറോളം ആയല്ലേ. നമുക്ക് ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉള്ളൂ. കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് എന്ത് ചെയ്യണം, പെട്ടെന്ന് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന, എത്ര ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ളതല്ല, ഓരോ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ച് തന്നെ പോവുക. അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കളഞ്ഞിട്ട് പിന്നെ അടുത്ത വീണ്ടും ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതല്ല. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോഴും അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്, നമ്മുടെ RRB എക്സാമിന് എന്തൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്, ആ ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതലും 1 വേർഡ് ആയിട്ടാണല്ലേ നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ഫാക്റ്റുകൾ നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കി എന്ത് ചെയ്യുക, മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, കുറച്ച് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം അതിൽ നിന്ന് നമുക്ക് എന്താണ്, ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. Okay, which of the following is not a part of aggregate demand in an economy? എന്താണ് aggregate demand എന്ന് പറയുന്നത്? ഒരു എക്കണോമിയിലെ അഗ്രഗേറ്റ് ഡിമാൻഡ്, എത്രത്തോളം ഡിമാൻഡ് ഉണ്ട്, ആളുകൾ എത്രത്തോളം കൺസംഷൻ ചെയ്യുന്നുണ്ട്, എത്രത്തോളം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എക്കണോമിയിൽ കൺസംഷൻ ചെയ്യുന്നുണ്ട്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അഗ്രഗേറ്റ് ഡിമാൻഡ്. എത്രത്തോളം ആളുകൾ ഈ പ്രൊഡക്ട്സിനെ എത്രത്തോളം ആവശ്യപ്പെടുന്നുണ്ട്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അഗ്രഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഈ അഗ്രഗേറ്റ് ഡിമാൻഡിന് ഒരു ഇക്വേഷൻ ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ഒരു ഇക്വേഷൻ? അഗ്രഗേറ്റ് ഡിമാൻഡ് C+I+G+X-M എന്ന് പറഞ്ഞ ഇക്വേഷൻ കേട്ടിട്ടുണ്ടോ? GDPയുടെ ഇക്വേഷൻ തന്നെയാണ്. GDPയുടെ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആളുകൾ ഡിമാൻഡ് ചെയ്യുന്നത് കൊണ്ടാണല്ലോ എക്സ്പെൻഡിച്ചർ നടക്കുന്നത്. സോ അത് രണ്ടും ഈക്വൽ തന്നെയല്ലേ. അപ്പൊ അഗ്രഗേറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഡിമാൻഡ് ഫോർ ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ആൻ എക്കണോമി. എക്കണോമിയിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിന് എത്രത്തോളം ഡിമാൻഡ് ഉണ്ട്, എത്രത്തോളം ടോട്ടൽ ഡിമാൻഡ് ഉണ്ട് എന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അഗ്രഗേറ്റ് ഡിമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് യൂസിങ് ദ ഫോർമുല. അപ്പൊ അഗ്രഗേറ്റ് ഡിമാൻഡിന്റെ ഇക്വേഷൻ എന്താണ്, C+I+G+X-M എന്നുള്ളതാണ്. എന്താണ് C എന്ന് പറയുന്നത്, കൺസംഷൻ ബൈ ഹൗസ് ഹോൾഡ്സ്. ആളുകൾ എത്രത്തോളം, ഇപ്പൊ നമ്മുടെ ആളുകൾ എത്രത്തോളം ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു എക്കണോമിയിൽ പ്രധാനമായിട്ടും ഹൗസ് ഹോൾഡ്സ് ഉണ്ടാവുമല്ലോ, വീട് ഫാമിലീസ് ഉണ്ടാവുമല്ലോ. ഈ ഫാമിലീസ് ആണ് ഏറ്റവും കൂടുതൽ കൺസംഷൻ ചെയ്യുന്നത്. ആരാണ്? ഫാമിലീസ് ആണ് അല്ലേ. അപ്പൊ ഫാമിലീസ് എത്രത്തോളം ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെൻഡിച്ചർ ആണ്, അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് ആണ്. ഇത് ആരാണ് ചെയ്യുന്നത്? ബിസിനസ് ഫേംസ് ആണ് ചെയ്യുന്നത്. ബിസിനസ് ഫേംസ് അവരുടെ ക്യാപിറ്റൽ ഗുഡ്സിന് വേണ്ടി എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു ചെലവല്ലേ, അവരെ സംബന്ധിച്ച് ഒരു എക്സ്പെൻഡിച്ചർ അല്ലേ, അവർ ഡിമാൻഡ് ചെയ്യുന്നതല്ലേ അത്. അപ്പൊ ക്യാപിറ്റൽ ഗുഡ്സിനുള്ള ഡിമാൻഡാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരു കമ്പനി എന്ത് ചെയ്യുന്നു, ഒരു ഫേം ഒരു പുതിയതായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ബിൽഡിംഗ് സ്ഥാപിക്കുന്നു. അവരുടെ പുതിയതായിട്ട് ഒരു ബിൽഡിംഗ് സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ അത് അവരെ സംബന്ധിച്ചൊരു ഇൻവെസ്റ്റ്മെന്റ് ആണല്ലേ, അതൊരു ഡിമാൻഡാണ്. എക്കണോമിയെ സംബന്ധിച്ച് അത്
എന്താണ്, ഒരു ഡിമാൻഡ് ആണ് അല്ലേ. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് എന്തായിട്ട് നമുക്ക് കാണാൻ പറ്റും, ഡിമാൻഡ് ആയിട്ട്. ഇൻവെസ്റ്റ്മെന്റ് ആര് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ്, ബിസിനസ് ഫേംസ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, ഒരു ഡിമാൻഡ് ആണ്. അതേപോലെ അടുത്തത് എന്താണ്, ഗവൺമെന്റ് സ്പെൻഡിങ്. ഇതേപോലെ ഹൗസ് ഹോൾഡ്സിനെ പോലെ ബിസിനസിനെ പോലെ മറ്റൊരു സെക്ടർ ആണ് എന്തെന്ന് പറയുന്നത്, ഗവൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, സ്പെൻഡ് ചെയ്യുന്നുണ്ടാവില്ലേ. അപ്പൊ ഗവൺമെന്റ് സ്പെൻഡിങ് എന്ന് പറയുന്നതും എന്താണ്, ഗവൺമെന്റിന്റെ ഡിമാൻഡ് ഉള്ളത് കൊണ്ടാണല്ലോ. ഗവൺമെന്റിന് ചില ഡിമാൻഡ്സ് ഉണ്ടാവുമല്ലോ, ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഡിമാൻഡ്സ്, അതിനു വേണ്ടിയായിരിക്കും അവർ ചെലവ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഗവൺമെന്റ് സ്പെൻഡിങ് എന്ന് പറയുന്നതാണ് ജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എക്സ്പോർട്സ്, ഡിമാൻഡ് ഫ്രം ഫോറിനേഴ്സ്. നമ്മൾ ഇവിടുന്ന് സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യല്ലോ. അപ്പൊ ഫോറിനേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടുന്ന് വാങ്ങുന്നുണ്ട് അല്ലെ. അവിടെ അവർ ഡിമാൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത്. സോ എക്സ്പോർട്ട് ഏതിൽ വരും, ഡിമാൻഡിൽ വരും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ട്സ് കുറയ്ക്കുന്നുണ്ട്. ഡിമാൻഡിൽ നിന്ന് എന്ത് കുറയ്ക്കുന്നുണ്ട്, ഇമ്പോർട്ട്സ് കുറയ്ക്കുന്നുണ്ട്. കാരണം എന്താണ്, മെഡ് ബൈ ദ ഫോറിൻ പ്രൊഡക്ഷൻ. നമ്മുടെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷനിൽ എന്ത് നടക്കുന്നില്ല, ഈ ഇമ്പോർട്ട് അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ടല്ല ഇങ്ങോട്ട് വരുന്നത്, അത് നമ്മുടെ എന്തിൽ കൂട്ടുന്നില്ല, നമ്മുടെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയിൽ വരുന്നില്ല. അത് ആരുടെ ഡിമാൻഡാണ്, അവിടുത്തെ നമ്മളാണത് വാങ്ങുന്നതെങ്കിൽ പോലും അവിടുത്തെ ആളുകളാണ് എന്ത് ചെയ്യുന്നത്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ എന്ത് ചെയ്യുന്നില്ല, ഇമ്പോർട്ട് നമ്മുടെ ഇതിനകത്ത് നമ്മൾ കൂട്ടുന്നില്ല. അപ്പോൾ ഇമ്പോർട്ട് എന്ത് ചെയ്യാണ്, കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. സോ അഗ്രഗേറ്റ് ഡിമാൻഡിന്റെ ഇക്വേഷൻ എന്താണ്, അഗ്രഗേറ്റ് demand is equal to C plus I plus G plus X minus M. ഓരോ ടേമും ഓരോ അക്ഷരവും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, സി എന്താണ്, ആരുടെ കൺസംഷൻ ആണ്, ഹൗസ് ഹോൾഡ്സിന്റെ കൺസംഷൻ ആണ് അല്ലേ. അതേപോലെ ഐ ആരുടെ കൺസംഷൻ ആണ്, ബിസിനസ് ഫേംസിന്റെ കൺസംഷൻ ആണ്. ഐ ഇൻവെസ്റ്റ്മെന്റ് ആണ്, ബിസിനസ് ഫേംസിന്റെ കൺസംഷൻ ആണ്, ബിസിനസ് ഫേംസിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഐ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അടുത്ത ജി എന്താണ്, ഗവൺമെന്റ്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്തുകൊണ്ട് സൂചിപ്പിക്കുന്നത്, ഐ ജി കൊണ്ട് സൂചിപ്പിക്കുന്നത്. അടുത്ത എക്സ് മൈനസ് എം, എക്സ് എന്താണ് സൂചിപ്പിക്കുന്നത്, എക്സ്പോർട്ട് ആണ്. എന്തുകൊണ്ട് എക്സ്പോർട്ട് വന്നു, ആര് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, ഫോറിനേഴ്സിന്റെ ഡിമാൻഡ് ഉണ്ട്. നമ്മുടെ പ്രൊഡക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട്, ആ ഡിമാൻഡിന് ഈക്വൽ ആയിട്ടുള്ള പ്രൊഡക്ഷൻ എവിടെ നടക്കുന്നുണ്ട്, നമ്മുടെ എക്കണോമിയിൽ നടക്കുന്നുണ്ട്. എന്നാൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഡിമാൻഡിന് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന് തക്കതായിട്ടുള്ള പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടോ, ഇല്ല. അതുകൊണ്ട് നമ്മൾ അത് എന്ത് ചെയ്യും, മൈനസ് ചെയ്യും. ഇനി ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് പാർട്ട് ഓഫ് അഗ്രഗേറ്റ് ഡിമാൻഡ്. അഗ്രഗേറ്റ് ഡിമാൻഡിന്റെ ഇക്വേഷൻ എന്താ, സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എക്സ് മൈനസ് എം ആണ്. ഇതിൽ ഏതാ വരുന്നത്, എക്സ്പോർട്ട് വരുന്നുണ്ടോ, യെസ് എക്സ്പോർട്ട് വരുന്നുണ്ട്. ക്യാപിറ്റൽ ഗുഡ്സ്, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഗുഡ്സ് അല്ലേ. ഇമ്പോർട്ട്സ് വരുന്നുണ്ടോ, ഇമ്പോർട്ട്സ് അതിന്റെ പാർട്ട് അല്ലേ. എന്താണ് വരാത്തത്, പോപ്പുലേഷൻ ഗ്രോത്ത് ആണ് എന്തിൽ വരാത്തത്, ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ അഗ്രഗേറ്റ് ഡിമാൻഡിൽ വരാത്തത് എന്താണ്, പോപ്പുലേഷൻ ഗ്രോത്ത് ആണ്. ഈ അഗ്രഗേറ്റ് ഡിമാൻഡിന്റെ ഇക്വേഷന്റെ പാർട്ട് അല്ലാത്ത ഭാഗം ഏതാണ്, പോപ്പുലേഷൻ ഡിമാൻഡ്, പോപ്പുലേഷൻ ഗ്രോത്ത് ആണ്. അത് എന്തിനെ ബാധിക്കുന്നില്ല, അഗ്രഗേറ്റ് ഡിമാൻഡിനെ ബാധിക്കുന്നില്ല. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത്രയും ക്ലിയർ ആണ്, അഗ്രഗേറ്റ് ഡിമാൻഡ് എന്താണെന്ന് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് ഒരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. ഇത് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് ബേസിക് ആയിട്ടുള്ള ഒരു അറിവാണ്. ഈ ഒരു അർബൻ ഏരിയ, റൂറൽ ഏരിയ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ അറിയണം. വിച്ച് ഫാക്ടർ ഈസ് നോട്ട് എ പാരാമീറ്റർ ഫോർ ഡിക്ലയറിംഗ് ആൻ ഏരിയ ആസ് ആൻ അർബൻ ഏരിയ. ഒരു ഏരിയയെ അർബൻ ഏരിയ ആയിട്ട് ഡിക്ലയർ ചെയ്യണം അങ്ങനെ നമ്മൾ ഡിക്ലയർ ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ക്രൈറ്റീരിയ എന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. നോക്കിയേ, എന്താണ് ബേസിക് ആയിട്ടുള്ള ക്രൈറ്റീരിയ, എ മിനിമം പോപ്പുലേഷൻ ഓഫ് 5000. ഏകദേശം കുറഞ്ഞത് എത്ര വേണം, 5000 വേണം പോപ്പുലേഷൻ. അവിടെ 5000 ആളുകളെങ്കിലും താമസിക്കണം. രണ്ടാമത്തെ എന്താണ്, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഓഫ് അറ്റ്ലീസ്റ്റ് 400 persons per square kilometer. 400 persons per സ്ക്വയർ കിലോമീറ്റർ. ഒരു കിലോമീറ്റർ സ്ക്വയറിൽ എത്ര ആൾക്കാർ താമസിക്കണം, 400 ആളുകൾ താമസിക്കണം. അടുത്തത് എന്താണ്, അറ്റ്ലീസ്റ്റ് 75% മെയിൽ പോപ്പുലേഷൻ എൻഗേജ്ഡ് ഇൻ നോൺ അഗ്രികൾച്ചർ ഓക്കുപ്പേഷൻ. അർബൻ ഏരിയ എന്ന് പറയുമ്പോൾ അവിടെ കൂടുതൽ എന്താവരുത്, അഗ്രികൾച്ചർ ആക്ടിവിറ്റി ആവരുത്, നോൺ അഗ്രികൾച്ചർ ആക്ടിവിറ്റി ആവണം. ഏകദേശം 75% മെയിൽ പോപ്പുലേഷൻ, കുറഞ്ഞത് 75% മെയിൽ പോപ്പുലേഷൻ എന്തിൽ വരണം, നോൺ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആയിരിക്കണം. ഇതാണ് 3 കാര്യങ്ങൾ പറയുന്നത്. നാലാമത്തെ നോക്കി, അറ്റ്ലീസ്റ്റ് 60%
60% ഓഫ് ദ പോപ്പുലേഷൻ ലൈ എബവ് പോവർട്ടി ലൈൻ. 60% കൂടുതൽ ആളുകൾ എന്തായിരിക്കണം? എബവ് പോവർട്ടി ലൈൻ, APL ആയിരിക്കണം, എബവ് പോവർട്ടി ലൈൻ ആയിരിക്കണം. ഇതിൽ ഏതായിരിക്കും നോട്ട് എ പാരാമീറ്റർ ആവാനുള്ള സാധ്യത? നിങ്ങൾ തന്നെ പറഞ്ഞേ, നോട്ട് എ പാരാമീറ്റർ ഫോർ ഡിക്ലയറിംഗ് ആൻ ഏരിയ ആസ് ആൻ അർബൻ ഏരിയ. അർബൻ ഏരിയ ആയിട്ട് ഡിക്ലയർ ചെയ്യുന്നതിന് നോട്ട് എ പാരാമീറ്റർ ആയിട്ടുള്ളത് ഏതായിരിക്കും? പറഞ്ഞേ, ഈസിയാണ്. ഏതാണ്? നാലാമത്തതാണ്. ഈ എബവ് പോവർട്ടി ലൈൻ അങ്ങനെ ഒരു ക്രൈറ്റീരിയ അത് പറയുന്നില്ല. ആകെ 3 കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഏതൊക്കെയാണ് ആ 3 കാര്യങ്ങൾ എന്ന് പറയുന്നത്? 5000 ആയിരിക്കണം, മിനിമം 5000 പോപ്പുലേഷൻ വേണം. പെർ സ്ക്വയർ കിലോമീറ്ററിൽ 400 ആളുകളെങ്കിലും താമസിക്കണം. അറ്റ്ലീസ്റ്റ് 75% മെയിൽ പോപ്പുലേഷൻ എന്തിൽ ഇൻവോൾവ് ആയിരിക്കണം? നോൺ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയിരിക്കണം. ഇതേ 3 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഫോർ ആൻ ഏരിയ ടു ബി ക്ലാസിഫൈഡ് സെൻസസ് ടൗൺ ഇൻ ഇന്ത്യ എന്ന് ഉദ്ദേശിക്കുന്നത് അർബൻ ഏരിയ ആണ്. സെൻസസ് ടൗൺ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അർബൻ ഏരിയ ആണ്. പോപ്പുലേഷൻ സൈസ് നമ്മൾ പറഞ്ഞു 5000 ആണ്. അതേപോലെ പോപ്പുലേഷൻ ഡെൻസിറ്റി എത്രയാണ് പറഞ്ഞത്? 400 പേഴ്സൺസ് പെർ സ്ക്വയർ കിലോമീറ്റർ ആണ്. എക്കണോമിക് ആക്ടിവിറ്റി അറ്റ്ലീസ്റ്റ് 75% ആളുകളെങ്കിലും എന്ത് ചെയ്യണം? നോൺ അഗ്രികൾച്ചർ. അത് ശ്രദ്ധിക്കാനുള്ളത് മെയിൽ പോപ്പുലേഷൻ ആണ് കേട്ടോ. മെയിൽ വർക്കിംഗ് പോപ്പുലേഷൻ എന്ത് ചെയ്തിരിക്കണം? അഗ്രികൾച്ചർ ഓക്കുപ്പേഷൻ അല്ലാത്ത ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയിരിക്കണം, അറ്റ്ലീസ്റ്റ് 75%. ഇതാണ് എന്തിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്? ഒരു സെൻസസ് ടൗൺ അഥവാ അർബൻ ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്യാനുള്ള ക്രൈറ്റീരിയ. ക്ലിയർ ആണോ? എല്ലാവരും ഒന്ന് ഉഷാറായിട്ടിരുന്നേ. ക്ലിയർ ആണോ എല്ലാവർക്കും? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്ക് ചടപടയെന്ന് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണം. നമ്മൾ എന്താണ് എക്സാമിന് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ്. നമ്മൾ എക്സാമിന് ഇരിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരും, ഇതൊക്കെ നമ്മൾ പഠിച്ചല്ലോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഓർമ്മ വരും. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following is an economic situation in which all available labor resources are being used in the most efficient way possible? താഴെ പറയുന്ന എക്കണോമിക് സിറ്റുവേഷൻസിൽ അവൈലബിൾ ആയിട്ടുള്ള ലേബർ റിസോഴ്സസ് എല്ലാം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഏറ്റവും മോസ്റ്റ് എഫിഷ്യൻറ്റ് വേയിൽ, ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള മോസ്റ്റ് എഫിഷ്യൻറ്റ് വേയിൽ യൂട്ടിലൈസ് ചെയ്യുന്ന എക്കണോമിക് സിറ്റുവേഷൻ ഏതാണ്? ലേബർ റിസോഴ്സ്, അവൈലബിൾ ആയിട്ടുള്ള ലേബർ റിസോഴ്സസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന എക്കണോമിക് സിറ്റുവേഷൻ ഏതെന്നാണ് ചോദിക്കുന്നത്. പറഞ്ഞേ, ഇതിൽ ഏതാണ്? ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? അണ്ടർ എംപ്ലോയ്മെന്റ്. രണ്ടാമത്തത് ഓവർ ഫുൾ എംപ്ലോയ്മെന്റ്. മൂന്നാമത്തത് നൾ എംപ്ലോയ്മെന്റ്. നാലാമത്തത് ഫുൾ എംപ്ലോയ്മെന്റ്. ഏതാണ്? എപ്പോഴാണ് നമുക്ക് മാക്സിമം എഫിഷ്യൻസിയോട് കൂടി നമ്മുടെ ലേബർ റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഐഡിയൽ സിറ്റുവേഷന് പറയുന്ന പേരെന്താണ്? എന്താണ് അതിന് പറയുന്ന പേര്? നിങ്ങൾ തന്നെ പറഞ്ഞേ. 1 2 3 4. ഏതാണ്? ഫുൾ എംപ്ലോയ്മെന്റ് ആണ് അല്ലേ? അതിന്റെ ആൻസർ എന്താ വരുന്നത്? ഫുൾ എംപ്ലോയ്മെന്റ് ആണ്. എന്താണ് ഫുൾ എംപ്ലോയ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫുൾ എംപ്ലോയ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എക്കണോമിയിൽ ജോലി ചെയ്യാൻ തൽപരരായിട്ടുള്ള എല്ലാവർക്കും എന്ത് ലഭിക്കണം? ജോലി ലഭിക്കണം. ജോലി ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള, ജോലി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന, അവിടെ ആ പോയിന്റാണ് വരുന്നത്. ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും എന്ത് ലഭിക്കണം? അവർക്ക് വേണ്ട ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കണം, ജോലി ലഭിക്കണം. അവരുടെ പൊട്ടൻഷ്യൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റണം? എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റണം. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫുൾ എംപ്ലോയ്മെന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ട്രിക്കി ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അൺഎംപ്ലോയ്മെന്റ് ഇല്ല എന്നുള്ളതല്ല. ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട്. അൺഎംപ്ലോയ്മെന്റേ ഇല്ല, എല്ലാവർക്കും എംപ്ലോയ്മെന്റ് എന്നുള്ളതല്ല ഫുൾ എംപ്ലോയ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും എന്താണ്? എംപ്ലോയ്മെന്റ് ലഭിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. This is not equal to 0% unemployment. 0% unemployment അല്ല. എല്ലാ എക്കണോമിയിലും, എല്ലാ ഡൈനാമിക് എക്കണോമിയിലും ഒരു സ്മോൾ പെർസെൻറ്റേജ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവും. ജോലി ഇല്ലാത്ത കുറച്ച് ആളുകൾ എന്തുണ്ടാവും? വർക്കിംഗ് പോപ്പുലേഷനിൽ, വർക്കിങ്ങിന് കേപ്പബിലിറ്റി ആയിട്ടുള്ള ഒരു പോപ്പുലേഷനിൽ എന്തുണ്ടാവും? അൺഎംപ്ലോയ്മെന്റ്, ഒരു സ്മോൾ എമൗണ്ട് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്തായാലും ഉണ്ടാകും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നാച്ചുറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന്. നാച്ചുറൽ
അൺഎംപ്ലോയ്മെന്റ് എന്ന് വിളിക്കുന്നത്. എന്താണ് നാച്ചുറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്? ഒരു ഫുൾ എംപ്ലോയ്മെന്റ് ഉള്ള ഒരു എക്കണോമിയിലും എന്തുണ്ടാവും? ഒരു സ്മോൾ പെർസെൻറ്റേജ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവും. അതിന് നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? നാച്ചുറൽ അൺഎംപ്ലോയ്മെന്റ് എന്നാണ് വിളിക്കുന്നത്. ഈ നാച്ചുറൽ അൺഎംപ്ലോയ്മെന്റ് നമ്മൾ എന്ത് പറഞ്ഞു? നാച്ചുറൽ അൺഎംപ്ലോയ്മെന്റ്. ഈ നാച്ചുറൽ അൺഎംപ്ലോയ്മെന്റിൽ വരുന്ന രണ്ട് ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്? ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റും അതേപോലെ തന്നെ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റും. ഏതൊക്കെയാണ്? ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റും അതേപോലെ തന്നെ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റും. അപ്പൊ നാച്ചുറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫുൾ കപ്പാസിറ്റിയോട് കൂടി പ്രവർത്തിക്കുന്ന, എല്ലാവർക്കും ഇഷ്ടമുള്ളവർക്ക് എല്ലാം ജോലിയുള്ള ഒരു എംപ്ലോയ്മെന്റ് ഉള്ള ഒരു എക്കണോമിയിലും എന്തുണ്ടാവും? ഒരു സ്മോൾ പെർസെൻറ്റേജ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? നാച്ചുറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് വിളിച്ചത്. അത് എന്തിനൊക്കെ ഈക്വൽ ആണ്? അത് എന്തൊക്കെ ചേർന്നിട്ടുള്ളതാണ്? ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റും അതുപോലെ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റും ചേർന്നിട്ടുള്ളതാണ്. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ നോക്കാം എന്താണ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്നും സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ നോക്കാം. ഇപ്പൊ നോക്കിയേ, ഫുൾ എംപ്ലോയ്മെന്റ് എന്താണെന്ന് നമുക്ക് ഒന്നും കൂടെ പറയാം. ഫുൾ എംപ്ലോയ്മെന്റ് ഈസ് ദ എക്കണോമിക് സിറ്റുവേഷൻ വെയർ ഓൾ അവൈലബിൾ ലേബർ റിസോഴ്സസ് ആർ ബീങ് യൂസ്ഡ് ഇൻ ദ മോസ്റ്റ് എഫിഷ്യന്റ് വേ പോസിബിൾ. ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള വേയിൽ നമുക്ക് എല്ലാ റിസോഴ്സസും ലേബർ റിസോഴ്സസും യൂട്ടിലൈസ് ചെയ്ത് പ്രൊഡക്ഷൻ ആക്ടിവിറ്റി നടത്താൻ പറ്റുന്ന ഒരു സിറ്റുവേഷനെയാണ് ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അറ്റ് ദിസ് പോയിന്റ് ദ എക്കണോമി ഈസ് യൂട്ടിലൈസിങ് ഇറ്റ്സ് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ടു ദ ഫുള്ളസ്റ്റ് എക്സ്റ്റെന്റ്. നമുക്ക് എത്രത്തോളം പറ്റും, നമ്മുടെ ലേബർ ഫോഴ്സിനെ കൊണ്ട് എത്രത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് നടത്താൻ പറ്റും. ആ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി എല്ലാം എന്ത് ചെയ്യാണ്? നമ്മൾ കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. വെൻ ആൻ എക്കണോമി ഈസ് അറ്റ് ഫുൾ എംപ്ലോയ്മെന്റ് ഇറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് ഇറ്റ്സ് പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് ഫ്രോണ്ടിയർ. അതായത് അതിന്റെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി, പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് ഫ്രോണ്ടിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം അതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അതിന്റെ പ്രൊഡക്റ്റീവ് മാക്സിമം പ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയിൽ എന്ത് ചെയ്യാണ്? ആ ഒരു എക്കണോമി വർക്ക് ചെയ്യാണ്. മീനിങ് ഇറ്റ് കനോട്ട് പ്രൊഡ്യൂസ് മോർ ഓഫ് വൺ ഗുഡ് വിത്തൗട്ട് പ്രൊഡ്യൂസിങ് ലെസ് ഓഫ് അനദർ. അതായത് ഇനിയിപ്പോൾ ഒരു അഡീഷണൽ യൂണിറ്റും കൂടെ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മറ്റൊന്നിനെ ട്രേഡ് ഓഫ് ചെയ്ത്, ഒരു പ്രൊഡക്ഷൻ കുറച്ചുകൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇനി മറ്റൊന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ. ഒന്നിനെ ട്രേഡ് ഓഫ് ചെയ്തുകൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? മറ്റൊന്നിന്റെ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അത്രയ്ക്ക് ഫുൾ കപ്പാസിറ്റിയിൽ എന്ത് ചെയ്യാണ്? ഫുൾ ഓൺ എനർജിയിൽ നമ്മുടെ എക്കണോമി വർക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഫുൾ എംപ്ലോയ്മെന്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഫുൾ എംപ്ലോയ്മെന്റ് ഉള്ള സിറ്റുവേഷനിലും എന്തുണ്ടാവും? ഒരു നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്, ഒരു നാച്ചുറൽ അൺഎംപ്ലോയ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. ഒരു ഹെൽത്തി എക്കണോമിയിൽ എന്ത് നടക്കുന്നുണ്ട്? ഒരു നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് അവിടെ ഉണ്ടാവുന്നുണ്ട്. ഈ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റിൽ വരുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റും അതേപോലെ തന്നെ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റും. എന്താണ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റും സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റും നോക്കാം നമുക്ക്. എന്താണ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്? അതായത് ഇപ്പോൾ എനിക്കൊരു ജോലി ഉണ്ടായിരുന്നെന്ന് വെക്കുക. അപ്പോൾ എനിക്ക് ആ ജോലിയിൽ നിന്ന് കുറച്ചുകൂടെ എനിക്ക് അപ്ഗ്രേഡ് ചെയ്ത് മറ്റൊരു ജോലിയിലേക്ക് പോകണം. അപ്പോൾ ഞാൻ എന്താണ്? എൻ്റെ ജോലി റിസൈൻ ചെയ്തിട്ട് കുറച്ച് നാളത്തേക്ക് വെറുതെ നിൽക്കുകയാണ്. എന്തെങ്കിലും പഠിക്കാനോ മറ്റു കാര്യങ്ങളായിട്ട് എനിക്കൊന്ന് അപ്ഗ്രേഡ് ആവാൻ വേണ്ടി, മറ്റൊരു ജോലിക്ക് വേണ്ടി ഒരു കോഴ്സ് ചെയ്യാനോ മറ്റോ ആയിട്ട് എന്ത് ചെയ്യാണ്? ഞാൻ കുറച്ചൊന്ന് ബ്രേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഒരു ജോലി വിട്ടിട്ട് ഞാൻ എന്താണ്? വോളണ്ടറി ആയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി എന്ത് ചെയ്യാണ്? ഒരു ഗ്യാപ്പ് എടുക്കുകയാണ്. അപ്പോൾ ഒരു ജോബിൽ നിന്ന് മറ്റൊരു ജോബിലേക്ക് പോകുന്ന ആ ഒരു ഗ്യാപ്പ് ഉണ്ടാവും അല്ലേ? അപ്പൊ ആ സമയത്ത് അയാൾ എംപ്ലോയ്മെന്റിൽ ഇല്ലല്ലോ. ആ സമയത്ത് അദ്ദേഹം അൺഎംപ്ലോയിഡ്, ആ ഒരു പേഴ്സൺ അൺഎംപ്ലോയിഡ് ആണല്ലോ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ്. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകാനുള്ള ആ ഒരു ബുദ്ധിമുട്ട്, ആ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എല്ലാ എക്കണോമിയിലും അത് ഉണ്ടാവണം. കാരണം എന്താണ്? ആളുകൾ ഒന്നിൽ നിന്ന് അവരുടെ പൊട്ടൻഷ്യൽ കൂട്ടിയിട്ട് എന്ത് ചെയ്യണം? ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകണം. അപ്ഗ്രേഡ് ചെയ്ത് എന്ത് ചെയ്യണം? ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോവേണ്ടത് അത്യന്താപേക്ഷികമാണ് ഒരു നല്ല എക്കണോമിയെ സംബന്ധിച്ച്. ഇതെന്താണ്? ഹെൽത്തിയും ഇന്നവിറ്റബിളും ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ ജോബ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകാൻ എടുക്കുന്ന സമയം, ഇതിനെയൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ പുതിയതായിട്ട്
ഇപ്പം നമ്മൾ കോഴ്സ് കഴിഞ്ഞിറങ്ങിയിട്ട് എന്താണ് കോഴ്സ് കഴിഞ്ഞിറങ്ങിയിട്ട് ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് പുതിയ ജോലിയിലേക്ക് ചേരുന്ന ഒരു സമയമില്ലേ, അപ്പം ആ ഒരു പർട്ടിക്കുലർ സമയത്തേക്ക് എന്തായിരിക്കും, അൺഎംപ്ലോയിഡ് ആയിരിക്കും അല്ലേ, എന്നാൽ ജോലി ലഭിക്കുകയും ചെയ്യും, ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ആ സമയം. അപ്പം അതിനെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെന്താണ്, അത് എല്ലാ എക്കണോമിയിലും ഉണ്ടാകും. നമ്മൾ ഫുൾ എംപ്ലോയ്മെന്റ് ആണെന്ന് പറഞ്ഞാലും ചിലരൊക്കെ എന്ത് ചെയ്യാറുണ്ട്, വോളണ്ടറിലി എന്താണ് മാറി നിൽക്കാറുണ്ട്, എംപ്ലോയ്മെന്റ് വർക്ക് ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കാറുണ്ട്. എന്തിനു വേണ്ടിയാണ്, കൂടുതൽ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയാണ് മാറി നിൽക്കുന്നത്. സോ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് ഏതാ, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. അതായത് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ എൻ്റെ സ്കില്ലിനനുസരിച്ചിട്ടുള്ള വേക്കൻസീസ് അല്ല ഉള്ളത്. ഇപ്പോൾ ഞാൻ എന്താണ്, ഞാൻ മെക്കാനിക്സ് ആണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്, എനിക്ക് മെക്കാനിക്കലുമായിട്ട് ബന്ധപ്പെട്ട ജോബാണ് വേണ്ടത്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഞാൻ പഠിച്ചതെന്ന് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്, എനിക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ടൊരു ജോലിയാണ് വേണ്ടത്. പക്ഷെ ഇപ്പം അതിന് വേക്കൻസി ഇല്ല, വേക്കൻസി IT എക്സ്പേർട്സിനുള്ള വേക്കൻസിയേ ഉള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കും, ഇപ്പോൾ വേക്കൻസി ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു താൽക്കാലിക സമയത്തേക്ക് ഞാൻ എന്തായിരിക്കും, അൺഎംപ്ലോയിഡ് ആയിരിക്കും അല്ലേ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. S4 സ്കിൽസ് മിസ്മാച്ച് സംഭവിക്കുന്നത് കൊണ്ടാണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഒരാളുടെ സ്കില്ലും ജോബ് എംപ്ലോയർ ആവശ്യപ്പെടുന്ന ഡിമാൻഡ് ചെയ്യുന്ന സ്കില്ലും എന്താണ്, ഡിഫറെൻ്റ് ആണ്. നമ്മൾ എംപ്ലോയീസിന്റെ സ്കില്ലും എംപ്ലോയേഴ്സ് ഡിമാൻഡ് ചെയ്യുന്ന സ്കില്ലും എന്താണ്, ഡിഫറെൻ്റ് ആയതുകൊണ്ട് അവിടെ എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്, ഒരു അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഫ്രിക്ഷണൽ നാച്ചുറൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റിൽ എന്തൊക്കെ വരുന്നുണ്ട്, ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റും വരും, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റും വരും. അത് നോർമലാണ്. ഒരു സൊസൈറ്റിയിൽ ഫുൾ എംപ്ലോയ്മെന്റിലുള്ള ഒരു സൊസൈറ്റിയിലും എന്ത് കാണാൻ സാധിക്കും, ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റും സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റും കാണാൻ സാധിക്കും. എന്നാൽ അറ്റ് ദ നാച്ചുറൽ റേറ്റ് ദെയർ ഈസ് സീറോ സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ്. ഏതാണ്, നമ്മൾ ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് വരാൻ പാടില്ല. എന്താണ് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്, നമുക്ക് ബിസിനസ് സൈക്കിൾ ഉണ്ട് അല്ലേ. എന്താണ് ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ എക്കണോമിയിൽ എന്ത് വരും, ബൂമും വരും, അതുപോലെ റിസഷനും വരും അല്ലേ. നമ്മൾ എക്കണോമി ഗ്രോ ചെയ്തിട്ട് എന്താണ്, നല്ല ഹൈ ഒരു സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ, നല്ല ഗ്രോത്ത് ഉള്ള ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ബൂം എന്ന് വിളിക്കുന്നത്. എന്നിട്ട് എന്ത് സംഭവിക്കും, ഇത് കുറയും അല്ലേ. എന്നിട്ട് റിസഷൻ സംഭവിക്കും. റിസഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ലോ ഗ്രോത്ത് റേറ്റ് എന്ത് ചെയ്യാണ്, ഗ്രോത്ത് ഇല്ല, നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ് വന്നിട്ട് നമുക്ക് എന്ത് സംഭവിക്കുകയാണ്, റിസഷൻ. നമ്മുടെ ഗ്രോത്ത് റേറ്റ് ഒക്കെ കുറഞ്ഞിട്ട് എന്ത് സംഭവിക്കുന്നു, ഗ്രോത്ത് ഇല്ലാതെ ഒരു റിസഷനിലേക്ക് പോകുന്ന സമയത്ത് എന്താണ്, ഇതിനെയാണ് ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. ഈ ബൂം, റിസഷൻ, ഇതൊക്കെ ഉള്ള ഗ്രോത്ത്, എന്താണ് റിക്കവറി, എന്നിട്ട് എന്ത് ചെയ്യും, വീണ്ടും റിസഷനിൽ നിന്ന് മുകളിലോട്ട് പോകുന്നതിനാണ് നമ്മൾ, വീണ്ടും ബൂം ഫേസിലോട്ട് പോകുന്നതിനാണ് നമ്മൾ റിക്കവറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ബിസിനസ് സൈക്കിളാണ്. അപ്പും ഡൗണും കാണും. ഒരേ സ്റ്റേറ്റിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, എക്കണോമി പോവില്ല. ഇങ്ങനെ ഒരു സൈൻ വേവ് കണക്കാണ് എക്കണോമിയുടെ പെർഫോമൻസ് പോകുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. ഒരു സൈക്കിൾ ആയിട്ടായിരിക്കും. ഒരിക്കൽ ബൂം ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് താഴെ വന്നിട്ട് റിസഷൻ വന്നിട്ട് വീണ്ടും എന്ത് ചെയ്യും, റിക്കവർ ചെയ്ത് ഭൂമിയിലേക്ക് വരും. അപ്പൊ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു റിസഷൻ പീരീഡ്, ഒരു നെഗറ്റീവ് എക്കണോമിക് ഗ്രോത്ത് റേറ്റ് ഒക്കെ ഉള്ള ഒരു റിസഷൻ പീരീഡിലാണ് നമ്മളെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കമ്പനീസ് ഒക്കെ ആൾക്കാരെ പറഞ്ഞു വിടും അല്ലേ. കമ്പനീസിന് അധികം ഡിമാൻഡ് ഒന്നും വരുന്നില്ല, പ്രൊഡക്ട്സിന് അധികം ഡിമാൻഡ് ഒന്നും വരുന്നില്ല, നല്ല റിസഷൻ പീരീഡ് ആണ്, ആളുകളുടെ കയ്യിലൊന്നും പൈസയില്ല, ഗവൺമെന്റും സ്പെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു വളരെ റിസഷൻ ഉള്ള ഒരു പീരീഡിലാണ് നിൽക്കുന്നതെങ്കിൽ, ഗ്രോത്ത് റേറ്റ് ഒന്നും ഇല്ലാത്തൊരു പീരീഡിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ കമ്പനീസ് എന്ത് ചെയ്യും, കമ്പനീസ് അവരുടെ എംപ്ലോയീസിനെ പറഞ്ഞു വിടും, ലേ ഓഫ് നടത്തും. ഇങ്ങനെ നടത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അങ്ങനെ ഉണ്ടാവുന്ന അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവില്ലേ. അത് ഇവർ ആഗ്രഹിച്ചിട്ടാണോ ഈ ഒരു അൺഎംപ്ലോയ്മെന്റ് സംഭവിക്കുന്നത്, അവർ ആഗ്രഹിച്ചിട്ടല്ല, അവരെ എന്ത് ചെയ്യാണ്, നിർബന്ധപൂർവ്വം പറഞ്ഞു വിടപ്പെടുകയാണ്. അപ്പോൾ അവർ ആഗ്രഹിച്ചിട്ടല്ല, വോളണ്ടറിലി അല്ല അത് നടക്കുന്നത്. ഇങ്ങനെ നടക്കുന്ന അൺഎംപ്ലോയ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫുൾ എംപ്ലോയ്മെന്റിൽ എന്ത് വരാൻ പാടില്ല, സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് വരാൻ പാടില്ല. അപ്പൊ ഫുൾ എംപ്ലോയ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഫുൾ എംപ്ലോയ്മെന്റ് ഈക്വൽ ടു
0% സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ്. സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് എന്ത് ചെയ്യാൻ പറ്റില്ല? അൺഎംപ്ലോയ്മെന്റ് വരാൻ പാടില്ല. സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് ഒരിക്കലും വരാൻ പാടില്ല. പക്ഷെ എന്ത് വരാൻ പറ്റും? നാച്ചുറൽ അൺഎംപ്ലോയ്മെന്റ്. അത് എല്ലാ എക്കണോമിയിലും വരും, നമ്മൾ വിചാരിച്ചാലും ഇല്ലെങ്കിലും അത് വരും. പക്ഷെ സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് എന്തിൽ വരാൻ പാടില്ല? ഫുൾ എംപ്ലോയ്മെന്റിൽ വരാൻ പാടില്ല. നോക്കിയേ, സൈക്ലിക്കൽ എന്ന് പറയുന്നത് എക്കണോമിക് അപ് ടേൺ ആൻഡ് ഡൗൺ ടേൺസ്. എക്കണോമിക് ഡൗൺ ടേൺസ് ഒക്കെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഹയറിങ് ഫ്രീസ് ചെയ്യും, ലേ ഓഫ് നടത്തും, ആൾക്കാരെ പറഞ്ഞു വിടും. അപ്പൊ ഇതൊക്കെ എന്തിന് കാരണമാകും? സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ്. നിർബന്ധപൂർവ്വം അവർ എന്ത് ചെയ്യാണ്? ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെടുകയാണ്. അപ്പൊ അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? അവർ വോളണ്ടറിലി പോയതല്ല, ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പോയതല്ല, എന്താണ്, അവരെ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. ഇതിനെ എന്തെന്ന് വിളിക്കുന്നു? സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് വിളിക്കുന്നു. ക്ലിയർ ആണോ സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ്? ഇനി ഒരു ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് കൂടെ ഉണ്ട്, സീസണൽ അൺഎംപ്ലോയ്മെന്റ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണുള്ളത്. അതിൽ നമ്മൾ ഏതൊക്കെ പറഞ്ഞു? ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് പറഞ്ഞു, ഏത് പറഞ്ഞു? സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് പറഞ്ഞു. ഫ്രിക്ഷണൽ എന്തായിരുന്നു? ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകാൻ എടുക്കുന്ന ടൈം ഗ്രാഫ്, ആ ഒരു ഫ്രിക്ഷൻ പീരീഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഒരു ഷോർട്ട് ടേം ആയിരിക്കും. ഫ്രിക്ഷൻ പീരീഡിനെയാണ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ സ്ട്രക്ചറൽ പറഞ്ഞു, സ്കിൽസ് മിസ്മാച്ച്. അതായത് എംപ്ലോയീസിന്റെ സ്കിൽസും എംപ്ലോയേഴ്സ് ഡിമാൻഡ് ചെയ്യുന്ന സ്കിൽസും തമ്മിൽ മാച്ച് ചെയ്യുന്നില്ല. അപ്പൊ എന്ത് വരും? സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് വരും. അതേപോലെ മൂന്നാമത്തേത് ഏതാണ് പറഞ്ഞത്? സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് ആണ് അല്ലെ. അത് ബിസിനസ് സൈക്കിളിൽ ഉണ്ടാകുന്ന റിസഷന്റെ ഭാഗമായിട്ട് ആളുകളെ പിരിച്ചുവിടുന്ന ഒരു അവസ്ഥയാണ് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അതേപോലെ സീസണൽ അൺഎംപ്ലോയ്മെന്റ് എന്താണ്? ഇപ്പൊ ഫാമിംഗ്, ടൂറിസം, ഇതൊക്കെ എന്താണ്? സീസണൽ ആണ് അല്ലെ. ഇപ്പൊ ടൂറിസം ആണെന്നുണ്ടെങ്കിൽ എന്താണ്? പ്രത്യേക സീസണിലായിരിക്കും ഇത് കൂടുതൽ ആക്റ്റീവ് ആവുന്നത്. ഇപ്പോ ക്രിസ്മസ്, ഓണം, നമ്മുടെ കേരളത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടൂറിസം ഏറ്റവും ആക്റ്റീവ് ആവുന്ന പീരീഡ് ഏതാണ്? ക്രിസ്മസും ഓണവും ഒക്കെയാണ് അല്ലേ. അപ്പൊ ഈ ഒരു പീരീഡിലായിരിക്കും ടൂറിസം, ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി ഒക്കെ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ ബാക്കി സമയങ്ങളിൽ എന്ത് കാണത്തില്ല? ഇതിനൊരു മന്ദഗതിയിലായിരിക്കും. ആ സമയത്ത് അവർക്ക് ചിലപ്പോൾ ജോലി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് എന്തെന്ന് പറയുന്നത്? സീസണൽ ആയിട്ടുള്ള ചില സീസൺസിൽ അവർക്ക് ജോലി ഉണ്ടാവില്ല. ഇപ്പൊ ഫാമിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക, ഇപ്പൊ റൈസ് കൾട്ടിവേഷൻ ആണ് ചെയ്യുന്ന ഒരു ഫാർമർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേക സമയം ഉണ്ടല്ലേ ചെയ്യാൻ. ആ സമയം അല്ലാത്ത സമയത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റൈസ് കൾട്ടിവേഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മറ്റൊരു ജോലി നോക്കേണ്ടി വരും. അപ്പോൾ സീസണൽ ആയിട്ടുള്ള ചില സീസൺസിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ജോലി ലഭിക്കില്ല, ജോലി ഉണ്ടാവില്ല. അപ്പൊ അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സീസണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് മനസ്സിലായല്ലോ. പ്രധാനമായിട്ടും 4 ടൈപ്പാണുള്ളത്: ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ്, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്, സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ്, സീസണൽ അൺഎംപ്ലോയ്മെന്റ്. അപ്പൊ കേട്ട് കഴിഞ്ഞാൽ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആവരുത്. നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു, ഓരോന്നിന് ഡിഫറൻസ് എന്താന്നുള്ളത് പഠിച്ചു. ഇനി എന്താ ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എക്കണോമിയിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ അവരുടെ ഫുൾ കപ്പാസിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഫുൾ പ്രൊഡക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഒരു എക്കണോമി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു എക്കണോമിക് സിറ്റുവേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫുൾ എംപ്ലോയ്മെന്റ് എന്നുള്ളത്. ഫുൾ എംപ്ലോയ്മെന്റിൽ എന്തുണ്ടാവും? ഒരു ചെറിയ പെർസെൻറ്റേജ് എന്തുണ്ടാവും? നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് അവിടെ ഉണ്ടാകും. അതിൽ വരുന്ന 2 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റും സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റും. അടുത്ത നോക്കിയേ, നമ്മൾ ഓപ്ഷൻസിലുള്ള മറ്റ് 2-3 ടേംസും കൂടെ നമുക്ക് നോക്കാം. അണ്ടർ എംപ്ലോയ്മെന്റ്, ഓവർ ഫുൾ എംപ്ലോയ്മെന്റ്. എന്താണ് അണ്ടർ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അണ്ടർ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കിയേ, ഒലീവിയ എന്ന് പറഞ്ഞൊരു കുട്ടി, ഈ കുട്ടി എന്ത് ചെയ്യുന്നു? MBBS ആണ് പഠിച്ചത്. പക്ഷെ ആ വ്യക്തി പഠിച്ച അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യൽ, അദ്ദേഹത്തിന്റെ സ്കിൽ എന്തിലാണുള്ളത്? MBBS-ലാണുള്ളത്. പക്ഷേ എന്താണ്? കാഷ്യർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അണ്ടർ എംപ്ലോയ്മെന്റ്? അയാളുടെ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അയാൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല, അയാൾ വേറൊരു സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? അണ്ടർ എംപ്ലോയ്മെന്റ് ആണ് അവിടെ വരുന്നത്. ഇപ്പൊ നോക്കിയേ, ഒരു ഇൻഡിവിജ്വലിന് ഫുൾ ടൈം ജോബാണ് വേണ്ടത്. അയാളുടെ ആവശ്യം എന്താണ്? അതിനുള്ള കപ്പാസിറ്റി, പൊട്ടൻഷ്യൽ അയാൾക്കുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? ഫുൾ ടൈം ജോബ് കിട്ടുന്നില്ല, പാർട്ട് ടൈമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അയാളുടെ പൊട്ടൻഷ്യൽ, ഒരു വ്യക്തിയുടെ പൊട്ടൻഷ്യലിനനുസരിച്ചിട്ട് അയാൾക്ക് എന്ത് ലഭിക്കുന്നില്ല? ജോലി ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്? അണ്ടർ എംപ്ലോയ്മെന്റ് ആണ്. അങ്ങനെയുള്ള സിറ്റുവേഷൻ വിളിക്കുന്ന പേരെന്താണ്? അണ്ടർ എംപ്ലോയ്മെന്റ് ആണ്. അവിടുത്തെ ആളുകളുടെ പൊട്ടൻഷ്യൽ അനുസരിച്ചുള്ള ജോലി എന്ത് ചെയ്യുന്നില്ല, അവർക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അണ്ടർ എംപ്ലോയ്മെന്റ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഫ്ഗാനിസ്ഥാനിലൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അല്ലേ, അവിടുത്തെ
അവിടുത്തെ സ്ത്രീകളൊക്കെ എന്താ നല്ല വിദ്യാഭ്യാസമുള്ള സ്ത്രീകളുണ്ട് അവിടെ. മുന്നേ ഈ താലിബാൻ വരുന്നതിന് മുന്നേ നല്ല വിദ്യാഭ്യാസം ലഭിച്ച സ്ത്രീകൾ അവിടെ ഉണ്ട്. പക്ഷെ അവർക്ക് എന്ത് ചെയ്യുന്നില്ല, അവർക്ക് ഒന്നുകിൽ അവരുടെ പഠിത്തം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പൂർത്തിയാക്കിയെങ്കിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അവർക്കൊരു ജോലി ആ ഒരു മേഖലയിൽ ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. സോ അവരെന്താണ് എപ്പോഴും അണ്ടർ എംപ്ലോയിഡ് ആയിരിക്കും. അവരുടെ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് പ്രകടിപ്പിക്കാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. അതിനെയാണ് അണ്ടർ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഓവർ ഫുൾ എംപ്ലോയ്മെന്റ്. ഫുൾ എംപ്ലോയ്മെന്റ് എന്താന്ന് പറഞ്ഞു, ഒരു എക്കണോമി അതിന്റെ ഫുൾ കപ്പാസിറ്റിയിൽ പ്രവർത്തിക്കുന്നതിനാണ് ഫുൾ എംപ്ലോയ്മെന്റ്. ഫുൾ റിസോഴ്സസ്, ലേബർ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനെയാണ് എന്തെന്ന് പറയുന്നത്, ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ നോക്കിയാൽ ഓവർ ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ സപ്ലൈ, ഇപ്പോൾ നമ്മൾ ഫുൾ കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യുകയാണ്, അപ്പോൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സപ്ലൈ ഉണ്ട്, പക്ഷെ അതിനേക്കാളും എന്തുണ്ടാവുന്നുണ്ട്, ഡിമാൻഡ് വരികയാണ്. ഇപ്പൊ നമ്മൾ 10 എന്താണ്, ഇപ്പൊ ജാം ഉണ്ടാക്കുന്ന ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ 10 ജാംസ് ആണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെക്കുക. അതായിരുന്നു അവിടുത്തെ ഇതാണ് അവർക്ക് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ മാർക്കറ്റിലെ ഡിമാൻഡ് എത്രയാണ്, 15 ജാം ആണ് മാർക്കറ്റിലെ ഡിമാൻഡ്. 15 ജാം ആളുകൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, 10 ജാമേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പൊ അവരെന്ത് ചെയ്യും, കൂടുതൽ ആളുകളെ എന്ത് ചെയ്യും, ഹയർ ചെയ്യും അല്ലേ. അപ്പൊ ഈ നമ്മുടെ ഇതിൽ നിന്ന് ഫുൾ എംപ്ലോയ്മെന്റിൽ നിന്ന് പുറത്ത് നിൽക്കുന്ന ആളുകൾ ഉണ്ടാവില്ലേ, ഇപ്പൊ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റോ അല്ലെങ്കിൽ എന്താണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയിഡോ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, അവരെ കൂടെ എന്ത് ചെയ്യും, ഈ കമ്പനീസ് ഹയർ ചെയ്യുമ്പോൾ എന്താണ്, ആളുകൾക്ക് എന്താണ് ജോലി കൂടുതൽ, ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും അല്ലേ, ഒത്തിരി ജോലി ഓവർ ഫുൾ എംപ്ലോയ്മെന്റ്, ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ എന്താണ്, ഡിമാൻഡ് ഫോർ ലേബറിന്റെ ഡിമാൻഡ് കൂടുകയാണ്. ആളുകളെ കിട്ടിയാൽ മതി, ഫേംസ് ഹയർ ചെയ്യാൻ റെഡിയാണ്, പക്ഷെ എന്താണ്, ആളുകളെ കിട്ടിയാൽ മതി ഫേംസിന് എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ഓവർ ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ലീഡിങ് ടു ആൻ എക്കണോമി പ്രൊഡ്യൂസിങ് above its long run potential and driving up prices. അപ്പൊ എന്ത് സംഭവിക്കും, ഈ ആൾക്കാരെ കൂടുതലായിട്ട് എക്സ്ട്രാ ഹയർ ചെയ്യുന്ന വരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും, ഇതിന്റെ പ്രൈസ് കൂടും അല്ലേ. അതായത് ഈ ജാമിന്റെ ഇപ്പോൾ 5 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന ജാം ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രൈസ് കൂടി ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ട്. കാരണം കമ്പനി എന്ത് ചെയ്യാണ്, കൂടുതൽ ആൾക്കാരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. മാത്രമല്ല സാധനത്തിനും ഡിമാൻഡ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് ഇപ്പൊ കൂടുതൽ ലേബേഴ്സിനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നല്ല ക്യാഷ് കൊടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്. ഇപ്പൊ ഒട്ടും താല്പര്യമില്ല ജോലി ചെയ്യാൻ, ഇപ്പൊ എനിക്ക് താല്പര്യമില്ല, ഇപ്പൊ എന്നെ ഒരു കമ്പനി ഹയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, കമ്പനിക്ക് എന്നെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല സാലറി തരണം അല്ലേ. അപ്പൊ ഈ സാലറി തന്ന് എന്നെ ഹയർ ചെയ്തിട്ട് അവരുണ്ടാക്കുന്ന പ്രൊഡക്റ്റിൽ അവരെന്ത് ചെയ്യും, ഈ എനിക്ക് തന്ന സാലറി മുതലാക്കണമല്ലോ. അപ്പൊ അവരെന്ത് ചെയ്യും, ഇതിന്റെ പ്രൈസ് കൂട്ടുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഡ്രൈവിംഗ് അപ്പ് പ്രൈസസ്. അപ്പൊ ഓവർ ഫുൾ എംപ്ലോയ്മെന്റ് ഉണ്ടായാൽ എന്ത് ചെയ്യും, സാധനങ്ങളുടെ വില കൂടും. ഇറ്റ് occurs when aggregate demand is greater than aggregate supply. സപ്ലൈയെക്കാളും കൂടുതൽ ഡിമാൻഡ് വരികയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഫേംസിന് കൂടുതൽ ആളുകളെ എന്ത് ചെയ്യണം, ഹയർ ചെയ്ത് പ്രൊഡക്ഷൻ കൂട്ടണം. അപ്പോൾ അറ്റ് ഫുൾ എംപ്ലോയ്മെന്റ് ലെവലിൽ ഇവർക്ക് ഇത്രേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ എന്താണ്, വീണ്ടും പ്രൊഡക്ഷൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, കൂടുതൽ ആളുകൾ വേണം. അപ്പൊ എന്ത് ചെയ്യണം, അവർ ഹയർ ചെയ്യണം വീണ്ടും ആൾക്കാരെ. This occurs because businesses are so desperate to meet the demand that they start hiring people. അവരെന്ത് ചെയ്യും, ഹയർ ചെയ്യാൻ തുടങ്ങും. who are usually frictionally or structurally unemployed. ഈ നാച്ചുറൽ അൺഎംപ്ലോയ്മെന്റിന്റെ ഭാഗമായിട്ട് എക്കണോമിയിൽ ജോലി ചെയ്യാൻ മടിച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പൊ അവരെ എന്ത് ചെയ്യാണ്, വലിയ വില കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ഫേംസിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, അങ്ങനെ ഇവരെയും ഫേംസിലേക്ക് കൊണ്ടുവന്ന് പ്രൊഡക്ഷൻ കൂട്ടിയിട്ട് എന്ത് ചെയ്യുന്നു, പ്രൊഡക്ഷൻ കൂട്ടുമ്പോൾ അവരുടെ പൊട്ടൻഷ്യലിന് അപ്പുറം പ്രവർത്തിക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നു, അതിന്റെ ഫലമായിട്ട് പ്രൈസസും കൂടുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഓവർ ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചല്ലേ, നമ്മൾ ഫുൾ എംപ്ലോയ്മെന്റ് എന്നുള്ള ഒരു ഏരിയയിൽ നിന്ന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് പഠിച്ചു, നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്താന്ന് പഠിച്ചു, ഫുൾ എംപ്ലോയ്മെന്റ് എന്താ നമ്മൾ ഓൾറെഡി നോക്കി, ഓവർ ഫുൾ എംപ്ലോയ്മെന്റ് എന്താന്ന് നോക്കി, പിന്നെന്താണ് അണ്ടർ എംപ്ലോയ്മെന്റ് എന്താന്ന് നോക്കി. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഡീൽ ചെയ്തല്ലേ.
അപ്പോൾ ഇതാണ് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് എംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശം ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കിക്കൊണ്ട് എന്ത് ചെയ്യാം, ഇന്നത്തെ ലൈവ് അവസാനിപ്പിക്കാം. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ കണ്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇന്നത്തെ ലൈവ് അവസാനിപ്പിക്കാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക, എക്സാമിന് നന്നായിട്ട് എക്സാം എഴുതുക എല്ലാവരും. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ഹാസ് സ്റ്റാർട്ടഡ് കുടുംബശ്രീ പ്രോഗ്രാം? വളരെ ഈസി ക്വസ്റ്റ്യൻ അല്ലേ. കുടുംബശ്രീ പ്രോഗ്രാം ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് സ്റ്റാർട്ട് ചെയ്തത്? വിച്ച് പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ എൻഹാൻസിംഗ് ദ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ലെസ് പ്രിവിലേജ്ഡ് വിമൻ ഇൻ ദ സ്റ്റേറ്റ് ത്രൂ ഇറ്റ്സ് ത്രിഫ്റ്റ് ആൻഡ് ക്രെഡിറ്റ് പ്രോഗ്രാം. അപ്പോൾ കുടുംബശ്രീ പ്രോഗ്രാം, ഇതിന്റെ ബേസിക്, ഇത്രയും വലിയ ക്വസ്റ്റ്യൻ കണ്ട് പേടിക്കേണ്ട, ചോദിച്ചിരിക്കുന്ന ഇത്രയേ ഉള്ളൂ. കുടുംബശ്രീ പ്രോഗ്രാം ഏത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയാണ്? നമ്മളോട്, കേരളത്തിലുള്ള നമ്മളോടാണോ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? അപ്പോൾ എന്താണ്, RRBക്കാർക്ക് എന്താ പറ്റിയതെന്ന് നമ്മൾ വിചാരിക്കും അല്ലേ. എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? കേരളയാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ കുടുംബശ്രീയെ കുറിച്ച് ഇതിൽ നിന്ന് ബേസിക് ആയിട്ട് കുടുംബശ്രീ ഉണ്ടായ ഡേറ്റോ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൂ. നോക്കിയേ, കുടുംബശ്രീ പ്രോഗ്രാം ഏതാണ്, ആരുടെയാണ്? കേരള ഗവൺമെന്റിന്റെ ആണ് അല്ലേ, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആണ്. ഇനി ഇതിലൊരു കാര്യം നോക്കാനുള്ളത്, കുടുംബശ്രീയുടെ യഥാർത്ഥ പേരെന്താണ്? അതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള, നമ്മൾ കുടുംബശ്രീ എന്ന് പറയുന്നുണ്ടെങ്കിലും അതിന്റെ യഥാർത്ഥ ഒഫീഷ്യൽ ആയിട്ടുള്ള നയം ഏതാണ്? സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ എന്നാണ് സ്റ്റേറ്റിലെ. അപ്പൊ ഇതിന്റെ പ്രൈം എയിം എന്താണ്? പോവർട്ടി ഇറാഡിക്കേഷൻ ആണ്. സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കുടുംബശ്രീയുടെ സ്പെം എന്നാണ്, SPEM, സ്പെം, സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ ആണ്. പോവർട്ടി ഇറാഡിക്കേഷൻ ആണ് ഇതിന്റെ മെയിൻ ലക്ഷ്യം എന്ന് നമുക്കറിയാലോ. അപ്പൊ അതിന്റെ കൂടെ സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഇനി കുടുംബശ്രീ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? കുടുംബശ്രീ, കുടുംബത്തിന്റെ ഐശ്വര്യം അല്ലേ. അതൊന്ന് ഇംഗ്ലീഷിലാക്കി പറഞ്ഞാൽ എന്താണ്? പ്രോസ്പെരിറ്റി ഓഫ് ദ ഫാമിലീസ്, നമ്മുടെ ഫാമിലിയുടെ ഐശ്വര്യം, കുടുംബത്തിന്റെ ഐശ്വര്യം. ചിലർ ഇതിനെ മിസ്പ്രൊനൗൺസ് ചെയ്യാറുണ്ട്, കുടുംബസ്ത്രീ എന്നൊക്കെ പറയാറുണ്ട്. സ്ത്രീകൾ ഇൻവോൾവ് ചെയ്തിട്ടുള്ളതുകൊണ്ട് കുടുംബസ്ത്രീ എന്നൊക്കെ പറയാറുണ്ട്. കുടുംബസ്ത്രീ ഒന്നുമല്ല, ഇത് കുടുംബശ്രീയാണ്, നമ്മുടെ ഫാമിലിയുടെ ഐശ്വര്യം, കുടുംബത്തിന്റെ ഐശ്വര്യം എന്നുള്ളതാണ് ഇതിന്റെ മീനിങ് വരുന്നത്. ഇയർ ഏതാണ്? 1998 ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ 1998 എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മുടെ കുടുംബശ്രീ വന്നിട്ടുള്ളത്. ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ഏതാണ്? ഇറാഡിക്കേറ്റ് അബ്സല്യൂട്ട് പോവർട്ടി എന്ത് ചെയ്യുക, ഇറാഡിക്കേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ വുമൺ എംപവർമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വുമൺ എംപവർമെന്റ് കുടുംബശ്രീയുടെ ഒരു പ്രധാനപ്പെട്ട, കുടുംബശ്രീയിൽ കൂടുതൽ ഇൻവോൾവ് ആയിരിക്കുന്ന ആരാണ്? സ്ത്രീകളാണ് അല്ലേ. അപ്പോൾ വുമൺ എംപവർമെന്റ്, ഗ്രാമങ്ങളിലെ പോവർട്ടി കുറയ്ക്കുക, അതേപോലെ തന്നെ അവിടുത്തെ സ്ത്രീ ജനങ്ങളെ ശാക്തീകരിക്കുക എന്നുള്ളത് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എയിമാണ്, കുടുംബശ്രീയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എയിമാണ്. ഇനി അതിന്റെ ഒരു 3 ടയർ സ്ട്രക്ചർ ഉണ്ട്. ഒരു കമ്മ്യൂണിറ്റി നെറ്റ്വർക്ക്, ഇതൊരു കമ്മ്യൂണിറ്റി നെറ്റ്വർക്ക് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് കുടുംബശ്രീ എന്ന് പറയുന്നത്. ഇതൊരു നെറ്റ്വർക്ക്, ഒരു 3 ലെവലായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? കുടുംബശ്രീയുടെ ബോഡി 3 ലെവലായിട്ടാണ്, 3 ലെവൽ കമ്മ്യൂണിറ്റി നെറ്റ്വർക്ക് ആയിട്ടാണ് ഇത് കാണപ്പെടുന്നത്. നോക്കിയേ, ടയർ 1, ടയർ 1, ടയർ 2, ടയർ 3, 3 ലെവലാണുള്ളത് അല്ലേ. ടയർ 1 എന്താ വരുന്നത്? നൈബർഹുഡ് ഗ്രൂപ്പ്സ്, നമ്മൾ കാണാറില്ലേ, നമ്മുടെ അയൽക്കൂട്ടം എന്ന് പറയുന്നത് നൈബർഹുഡ് ഗ്രൂപ്പ്സ് അല്ലേ. 10-20 സ്ത്രീകൾ അടങ്ങുന്ന നൈബർഹുഡ് ഗ്രൂപ്പ്സ് ആണ് എന്തെന്ന് പറയുന്നത് ഒന്നാമത്തെ ടയർ, ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിലുള്ളത്. ഇനി രണ്ടാമത്തെ ടയർ ഏതാണ് വരുന്നത്? ADS ലെവൽ. ADS എന്ന് പറഞ്ഞാൽ എന്താണ്? വാർഡ് തലത്തിൽ എന്താണ്? ഇതിന്റെ കുറച്ചുകൂടെ ഹയർ ലെവലിൽ ആദ്യം നൈബർഹുഡ് ഗ്രൂപ്പ്സ് വരും. അപ്പൊ ഈ ഒത്തിരി നൈബർഹുഡ് ഗ്രൂപ്പ്സിനെ ചേർത്തുകൊണ്ട് എന്തുണ്ടാവും? ഒരു ADS ഉണ്ടാവും, ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി ഉണ്ടാവും. അതേപോലെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ലെവലിൽ എന്താ വരുന്നത്? കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്, CDS വരും. അപ്പൊ എങ്ങനെയാണ് ഇത് പോകുന്നത്? NHGs എന്ന് പറഞ്ഞാൽ എന്താണ്? നൈബർഹുഡ് ഗ്രൂപ്പ്സ്. അതിന് മുകളിൽ എന്ത് വരും? ADS വരും, ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റീസ് വരും. അതിന് മുകളിൽ എന്താണ് വരുന്നത്? CDS വരും, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റീസ് വരും. അപ്പൊ ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ ഏതാണ് വരുന്നത്? നൈബർഹുഡ് ഗ്രൂപ്പ്സ്, ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റീസ്, മുകളിൽ ഏതാണ്? കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റീസ്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം, എത്ര ടയർ ആയിട്ടാണ് നമ്മുടെ കുടുംബശ്രീ ഉള്ളത്? എത്ര ടയറാണ്? 3 ടയർ ആണുള്ളത്. ഏത് വർഷമാണ് വന്നിട്ടുള്ളത്? 1998 വന്നിട്ടുള്ളത്. എന്താണ് അതിന്റെ ഒഫീഷ്യൽ നെയിം? അത് നിങ്ങൾ മറക്കാതെ ഓർത്തു വെച്ചേക്കുക, സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ ആണ്. അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എയിംസ് ഏതൊക്കെയാണ്? അബ്സല്യൂട്ട് പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ വുമൺ എംപവർമെന്റ്. ഏത് ഗവൺമെന്റിന്റെയാണ്? നമ്മൾ പറയേണ്ട കാര്യമില്ല അല്ലേ, നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ഒരു
ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ് എന്ന് പറയുന്നത് കുടുംബശ്രീ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് നോക്കി. അപ്പോൾ എന്തുകൊണ്ടാണ് റിലേറ്റഡ് ഫാക്ട്സ് നോക്കിയത്? ഈ റിലേറ്റഡ് ഫാക്ട്സിൽ നിന്ന് ചിലപ്പോൾ ഇനി വരാൻ സാധ്യതയുള്ളത് ഈ റിലേറ്റഡ് ഫാക്ട്സിൽ നിന്നായിരിക്കും അല്ലേ. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നോക്കുക, അതേപോലെ തന്നെ എന്ത് ചെയ്യുക, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് നോക്കുക. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചു പോയി എല്ലാവരും എക്സാം എഴുതുക, എന്ത് ചെയ്യുക, ജോലിയിൽ പ്രവേശിക്കുക. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. താങ്ക് യു.